ഹായ് ബ്ലസൻ. ഹായ് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഹായ് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്. മിക്കവാറും എന്റെ ലൈവ് മഴയത്ത് പറഞ്ഞു. ഹായ് 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 ഷിനോജ്. മിക്കവാറും എന്റെ ലൈവ് ഇപ്പൊ കാറ്റത്ത് പറന്നു പോകുന്ന സീനാണ്. ഭയങ്കര കാറ്റുണ്ട് ഇവിടെ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ കർത്താവ്യ അവസ്ഥ. ജെയ്സൺ വർഗീസ് ഹായ്. ജിഷ്ണു ഹായ് ഹായ്. ബ്ലസൻ ഞാൻ മൈൻഡ് ചെയ്തു. ആദ്യത്തെ ഹായ് ബ്ലസൻ ആണ് തന്നിരിക്കുന്നത്. അഭിഷേക് ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ശ്യാം ഹായ്. സാൻഡ്ര ഹായ്. ശ്യാമ. നൗഫിയ ഹായ് ചേച്ചി. ഹായ് നൗഫിയ. ഓ വന്നല്ലോ ഇവിടെ നൗഫിയ. സമാധാനം തരത്തില്ലേ കൊച്ചെവിടെ. ആരിഫ് റസിയ ഹലോ. സാൻറ്റി ഹായ്. ഹായ് സുഖമാണോ? സുഖമാണ്. മിക്കവാറും ഇവിടെ ഇപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അഥവാ മഴ പെയ്യുവാണെങ്കിൽ യു ഹാവ് ടു ട്രാവൽ വിത്ത് മീ ഓൾ ദ വേ ടു മൈ റൂം. ഓക്കെ, ഞാൻ എടുത്തോണിങ്ങ് പോകും. എനിക്കൊരു ഹായ് തരുമോ? ജിഷ്ണു ഹായ്. ജസ്റ്റസ് ഹായ്. എല്ലാവർക്കും ഹായ്. ഐ ആം ഗുഡ്, താങ്ക് യു. എന്താണ് പരിപാടി? വീട്ടിലിരുന്നിട്ട് എല്ലാവരും ക്വാറന്റീനൊക്കെ ആയതുകൊണ്ട് യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു തെസി. സുഖമാണ്, എനിക്ക് സുഖമാണ്. എല്ലാവർക്കും ഓരോ ഹായ്. ആൻഡ് ടെൽ മീ, നിങ്ങളുടെ വിശേഷം പറയൂ. എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ എന്താ ആസ് യൂഷ്വൽ ബോറടിച്ച് വീട്ടിലിരിക്കുവാണ്. ലോക്ക്ഡൗൺ ഈസ് ഗോയിങ് വെൽ. ഡൂയിങ് ടിക്ടോക്ക്, വാച്ചിങ് മൂവീസ്, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, നെറ്റ്ഫ്ലിക്സ്. അരുൺ ഹലോ. തൗഫീഖ്, അശ്വതി, എല്ലാവർക്കും ഹായ്. ഇല്ല ചെയ്യില്ല ബ്ലസൻ. ചീറ്റി പോയില്ലെങ്കിൽ ചെയ്യില്ല. മഴ പെയ്യാണ്ടിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കുമോ എല്ലാവരും പ്ലീസ്. മേഡം അവസ്ഥ ഞാൻ കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിനേക്കാളും വലിയ അവസ്ഥയുടെ പുറത്ത്. പിന്നെ വാട്സാപ്പ് ഹായ് ഹായ്. എല്ലാവർക്കും ഹായ്. ഹായ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. ആൻഡ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ ഹായ് പറഞ്ഞു മടുത്തു. അതാ. Dinu, hello Sandra, hello Dinu. Was your father an alien? Because there is nothing else like you on earth. Oh my god. Anandu, കൊള്ളാം. ഇഷ്ടപ്പെട്ടു. എവിടെ? കാലിക്കറ്റിലാണ്. ബോയ് ഫ്രണ്ട് എങ്ങനെയുണ്ട്? ഐ ഡോണ്ട് ഹാവ് എ ബോയ് ഫ്രണ്ട്. സലീം. വാട്ട് അബൌട്ട് ബിഗ് ബോസ് നിയാസ്? ബിഗ് ബോസ് എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ, തള്ളി പറയല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് ആണ് ബിഗ് ബോസ്. ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് 60 days ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന 60 days ഞാൻ ഒരിക്കലും മറക്കില്ല. ഇറ്റ്സ് അമേസിങ് ആൻഡ് ഐ മിസ് ബിഗ് ബോസ്. എവിടെ ഇരിക്കുന്നേന്നോ? ഇവിടെ ഞാൻ എന്താ പറമ്പിൽ. ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ല കാറ്റ് വീശിക്കോളൂ. ചിലപ്പോൾ ഞാൻ പറന്നു പോയെന്നൊക്കെ വരും കേട്ടോ. നല്ല കാറ്റുണ്ട്. കുറേ മെസ്സേജസ് പോയി. ഓക്കെ. മണി ഹേസ്റ്റ് എത്ര എപ്പിസോഡായി? മണി ഹേസ്റ്റിൻ്റെ പാർട്ട് 3 കഴിഞ്ഞു. ഇനി സീസൺ 2ൻ്റെ പാർട്ട് 3 കഴിഞ്ഞു. ഇനി പാർട്ട് 4 കാണണം. ഇതെവിടെയാണ്? എൻ്റെ വീട്. മൈ ഡാഡി ഈസ് വാക്കിംഗ്. ഞാൻ അവിടെ ഇരിക്കുന്നു. ഏത് കാട്ടിലാണ്? കാട്ടിലൊന്നല്ല, വെള്ളിമാട് കുന്നാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ. എന്തിനാണ്? ഐ ഡോണ്ട് ലൈക്ക് ഫ്ലാറ്റുകൾ താമസിക്കാനൊക്കെ നല്ലതല്ലേ. നല്ല കാറ്റും വെളിച്ചൊക്കെ ഉള്ള പറമ്പുള്ള വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് കാട്ടിലല്ല, വീട്ടിലാണ്. ജിഷ്ണു ഇവിടെ ബോറടിച്ച് പണ്ടാരടങ്ങിയത്. എല്ലാവരും അവസ്ഥ അതാണ് ബ്രോ. എന്ത് ചെയ്യാന്? ജിഷ്ണു സുഖമാണോ? സുഖമാണ്. ഹായ് ചേച്ചി. ഹായ് ഷിനു. ഹൗ വാസ് യുവർ ലോക്ക്ഡൗൺ ഡേയ്സ്? ആദർശ് ജസ്റ്റ് നോർമൽ, ഗോയിങ് വെൽ. ഹായ് സാൻഡ്ര. കണ്ണിൻ്റെ പ്രോബ്ലം കുറവുണ്ടോ? കണ്ണിന് റൈറ്റ് കണ്ണിന് ചെറിയൊരു ഇറിറ്റേഷൻസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ട് ഞാൻ രാത്രിക്ക് നേരത്തെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ നൗ. ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ടോ? ചെറുതായിട്ട്, വെരി ലിറ്റിൽ ഓൺലി വെൻ ഐ ഫീൽ. നല്ല പെർഫോമൻസ് ആയിരുന്നു ബിഗ് ബോസിൽ. അജിത് താങ്ക് യു സോ മച്ച്. ഐ ലൈക്ക് മർജാന മുജീഷ്. ഐ ലൈക്ക് യുവർ ഓസ്കാർ ഡയലോഗ്. താങ്ക് യു. എനിക്ക് വേറൊന്നും പറയാൻ തോന്നിയില്ല ആ സിറ്റുവേഷനിൽ. കണ്ണെങ്ങനെയുണ്ട്? ഈസ് ബെറ്റർ ആണ്. ഐ എം ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ് നൗ. കുഴപ്പമില്ല. ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ഞാൻ കാലിക്കറ്റാണ്. എനിക്ക് കാലിക്കറ്റ് 2 വീടുണ്ട്. ഒന്ന് കുരാച്ചുണ്ടലും ഒന്ന് വെള്ളിമാട് കുന്നും. ഇപ്പോൾ ഉള്ളത് വെള്ളിമാട് കുന്നിലെ വീട്ടിലാണ്.
മലയാളത്തിൽ ഇഷ്ടപ്പെട്ട മൂവി ഞാൻ റീസെൻ്റ്ലി കണ്ട വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കെട്ടിയോളാണ് എൻ്റെ മാലാക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദ മൂവി. മാരേജ് നോക്കുന്നുണ്ടോ വൈശാഖ്? ഇല്ല, തൽക്കാലം നോക്കുന്നില്ല. ഹാപ്പി ടു ബി സിംഗിൾ. ഹായ് സാൻഡ്ര, ഏതെങ്കിലും മൂവി ആയോടാ? തമിഴ് മൂവീസാണ് മോസ്റ്റ്ലി വരുന്നത്. സോ യാ, സോ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മലയാളം. എല്ലാവരും കോണ്ടാക്ട് ഉണ്ടോ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന്? ബിഗ് ബോസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഗ്രൂപ്പുകളുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. സോ വി ആർ ഇൻ ടച്ച്. ലാലേട്ടി വിളിച്ചിരുന്നോ? ലാലേട്ടിൻ്റെ നമ്പർ കൊടുത്തില്ല. ലാലേട്ടിൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ വിളിച്ചില്ല. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ദീപു വർഗീസ്, ആഫ്റ്റർ ബിഗ് ബോസ് ഹൗസ് ലൈഫ് ഗോയിങ് ഓൺ? എനി ചേഞ്ച്? പിന്നെ ലൈഫ് ഭയങ്കര ബിസി ആയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം സോഷ്യൽ മീഡിയ തന്നെയാണ്. ഞാൻ എല്ലാവരും മെസ്സേജസ് കാണാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ. സോ ഐ ഫീൽ ലൈക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. എന്നെ പോലെ എൻ്റെ കണ്ണ് ഇൻഫെക്ഷൻ പിന്നെയും തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. So I'm loving it, kind of, not the eye infection. Big Boss കഴിഞ്ഞിട്ടുള്ള ലൈഫ് ഇഷ്ടപ്പെടുന്നു. രേവതി, നിയർ ടു യുവർ ഹോം, അങ്ങോട്ട് വരട്ടെ? ഇപ്പോൾ വരണ്ട, കൊറോണ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഓൾവേസ് വെൽക്കം. I had said God bless you, but it looked like he already did it. Anandu has a lot of good pickup lines, okay? I love it. കൊള്ളാലോ. ഇതൊക്കെ ഒരു മെസ്സേജ് തരണേ, ഫ്യൂച്ചറിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയാലേ. ഇനിയിപ്പോൾ പിക്കപ്പ് ലൈനൊക്കെ വെച്ച് ആരെയും വളയ്ക്കാൻ പറ്റുമെങ്കിലോ? പ്ലീസ് മെസ്സേജ് മീ, ഓക്കെ? ഫേസ്ബുക്ക് നല്ല അടിപൊളി ഉണ്ട്, പിക്കപ്പ് ലൈൻസ് ഉണ്ട്. അശ്വതി, BB കണ്ടസ്റ്റൻസ് മായി ചാറ്റിംഗ് ഉണ്ടോ? ചാറ്റിംഗ് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വി ടോക്ക്. അല്ലാതെ രഘു ഡെയിലി വിളിച്ച് വെറുപ്പിക്കുന്നുണ്ട്. രഘു എവറി ഡേ ഹി ഡസ് എ വീഡിയോ കോൾ, ഹി കോൾസ് മീ, മെസ്സേജ് മീ. രഘു ആണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഉള്ളത്. ദെൻ യാ, വേറെ കുറച്ച് ആൾക്കാർ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. not very often, rarely. കാറ്റടിച്ച് ഞാൻ പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. യു വാണ്ട് സീ ദ കാറ്റ്? കുറച്ച് നേരം കഴിയുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കണേ, ചാൻസ് ഉണ്ട്. ഓക്കെ, സ്റ്റിൽ വർക്കിംഗ് വിത്ത് ഇൻഡിഗോ. നിതിൻ ഇല്ല. ജിഷ്ണു, മൂവി ആയോ? മൂവി തമിഴ് വരുന്നുണ്ട്, മലയാളം നോട്ട് യെറ്റ്. ഒരു ഹായ് തരുമോ പ്ലീസ്? ലാസ്റ്റ് ടൈം ഐ ഓൾസോ ആസ്കിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. അശ്വതി ഹായ്. ഈ സ്ഥലം എവിടെ ഡിസ്ട്രിക്ട്? ഇത് കാലിക്കറ്റിലാണ്, നമ്മുടെ സിവിൽ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട്. അഭിലാഷ്, കമൻസ് അബൌട്ട് റിത്സ പ്ലീസ്. അഭിലാഷ്, രേത്തേട്ടൻ എന്താ പറയുക, ഭയങ്കര ഒരു വെരി സ്മാർട്ട് പ്ലെയർ ആണ്. ആൻഡ് വാട്ട് എൽസ്? നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഹീസ് വേറെ ലെവൽ ബ്രോ. How are you dear? I'm good. അനന്ത കൃഷ്ണൻ, ബിഗ് ബോസിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ചേച്ചിയുടെ ഞാൻ അതർ ദാൻ രഘു. മഴ പെയ്യും. യാ എന്ത് ചെയ്യാനാ? രഞ്ജിത, പ്ലീസ് മെൻഷൻ യു. ലീന, കണ്ട സന്തോഷം, ലവ് യു. റെയ്ത് സാറിനെ കോൺടാക്ട് ചെയ്യുമോ? റെയ്ത് സാറിനായിട്ട് ഞാൻ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം വി മെസ്സേജ് ആൻഡ് വി ഹാഡ് എ ഗ്രൂപ്പ് ഓൾസോ. മൂവി വില്യം, ഐ ഹാവ് സെയിം ക്വസ്റ്റ്യൻസ് അഗെയിൻ. എന്താ നെക്സ്റ്റ് പ്രോഗ്രാം? മലയാളം ഫിലിംസ് ആണ് നെക്സ്റ്റ് എയിം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോണ വർക്ക് ഔട്ട്. സുരേഷ് കുമാർ, കാറ്റുകൾ ഇറങ്ങിയതാണല്ലേ? അല്ല, ഞാൻ ലൈവ് ചെയ്യാൻ ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും കാറ്റും മഴയൊക്കെ വന്ന്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞാൻ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് അവിടെയൊക്കെ കുളവും. സുബോ, you and Rate sir played genuinely. Yes, you can't be fake there, നമുക്ക് കുറച്ച് കാലം അവിടെ ഫേക്കായി നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു ദിവസം ഫേക്കായി നിന്നാൽ ഇന്നലെ എന്താ ചെയ്തതെന്ന് ഞാൻ മറന്നു പോകും. എനിക്ക് അത്രയ്ക്കും പോലും എന്താ പറയുക, ഐ കാൺ മാനേജ് ഇറ്റ്. സോ ബെറ്റർ ടു ബി ജെനുവിൻ. വീട്ടിലിരുന്ന് മടുത്തോം. ഗായത്രി, എന്നാ ഫിലിമിൽ ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ? യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങിയിട്ടുണ്ട് ഞാൻ, പക്ഷെ അത് വലിയ കണ്ട ഹിറ്റായിട്ടില്ല. ഇൻ ദ സെൻസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. ഐ ഹാവ് ടു ഡു സംതിങ്. സലീം റേ സാർ വിളിച്ചിരുന്നു, പക്ഷെ സാറ് നമ്പർ സ്വിച്ച് ഓഫ് ബിസി ഒക്കെ ആയിരുന്നു. സോ വി മെസ്സേജ്. ജസ്റ്റ് ബിഗ് ഫാനാണ് ജിഷ്ണു, താങ്ക് യു. മെൽവിൻ, പറമ്പിൽ എന്താണ് നട്ടിരിക്കുന്നത്? ഇതൊക്കെ തേക്കാൻ തോന്നുന്നു കണ്ടിട്ട്, പക്ഷെ എൻ്റെ പറമ്പല്ലത്. എൻ്റെ പറമ്പിൽ കൂരാച്ചുണ്ട്.
സുനിൽ സാമൂഹ്യ അകലം പ്രാപിച്ചതാണോ പറമ്പിലിരിക്കുന്നത്? ഇല്ല, ഞാൻ വെച്ച് കുറച്ച് നല്ല കാറ്റെല്ലാം കൊണ്ട് ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞു. സോ പാമ്പിനെയും കൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ വെച്ച് വന്നതാ. പക്ഷെ ഹായ് ഷൈജു, ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, അറ്റ്ലീസ്റ്റ് ദിസ് ടൈം പ്ലീസ്. സോ എന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. മഴയുണ്ടെങ്കിൽ ഞാൻ നനയൂലേ? മഴയില്ല. സുജു വിളിച്ചായിരുന്നു, സുജു വിളിച്ചിട്ടില്ല. മൈ ഡിയർ രഞ്ജിത, മൈ ഡോട്ടർ ഈസ് ഓൾസോ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോക്ടറിനോട് എൻ്റെ ഒരു വലിയൊരു ഹായ് ആൻഡ് എ ലോട്ട് ഓഫ് കിസസ്. അച്ചു, ഐ ലൈക്ക് യുവർ സ്മൈൽ. താങ്ക് യു. only contestants who I like in Big Boss. Jashina, thank you. രഞ്ജിത്ത് കല്യാണം ആലോചിക്കുന്നില്ല. Did you miss him? Adarsh, I guess you're asking about so and so. I don't miss. അഭിഷേക്, ഇനി തിരിച്ച് എയർ ഹോസ്റ്റസ് ആവോ? ഐ ഡോണ്ട് തിങ്ക് സോ. വേറെ പണിയൊന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പം. ചേച്ചി ഫിലിം വരാൻ കേട്ടോ, ഫുൾ സപ്പോർട്ട് ഉണ്ട്. താങ്ക് യു. തരുൺ, ഡു വെൽ ഇൻ യുവർ ലൈഫ് സാൻഡർ, ഡോണ്ട് ബിലീവ് എനിവൺ ഈസിലി, ലവ് യു. താങ്ക് യു സോ മച്ച്. അത് ഞാൻ പണ്ട് മുതൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡോണ്ട് ട്രസ്റ്റ് എനിവൺ എന്നുള്ളത്. ബട്ട് എനിക്കറിയില്ല, അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് നോ. നമുക്കത് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ എന്തല്ല 100% ഞാൻ വിശ്വസിക്കും. മഴ പെയ്യാൻ തുടങ്ങി. നമുക്കിനി നടന്നിരുന്ന് വീട്ടിലോട്ട് കയറാം. പ്ലിങ് അവസ്ഥ മഴ. ഐ തിങ്ക് വിൽ ഗോ ടു മൈ റൂം. കാരണം ഈ പടക്ക് ഒച്ച കാരണം ഒന്നും കേൾക്കുന്നില്ല. എൻ്റെ അച്ഛൻ എന്നെ കളിയൊക്കെ ചിരിക്കുവാ. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കൂല എന്ന് പറഞ്ഞു. നെഞ്ചിനിലെ നല്ല അലമ്പായിട്ടിരിക്കുന്ന റൂമാണ്. സോ ഡോണ്ട് വറി, ഡോണ്ട് ഫീൽ ബാഡ്. എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യാ തുറക്കാം. സോ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ ക്ലിയർ ആണോ എന്ന് മാത്രം ഒന്ന് ഇടയ്ക്ക് പറയുന്നത് നല്ല കാര്യമായിരിക്കും. ബിക്കോസ് എനിക്ക് എന്നെ കാണുമ്പോൾ നല്ല ക്ലാരിറ്റിയിലാണ് കാണുന്നത്. സോ പ്ലീസ്. ഓക്കെ ലെറ്റ്സ് ഗോ. നന്നായി അല്ലേ ലാലേട്ടൻ എപ്പോഴും വിളിച്ചേനെ. കമോൺ ടോണി. ഹായ് രഞ്ജിത്ത്, ഡെഫിനറ്റ്ലി എന്നൊന്ന് പറഞ്ഞേ. ഡെഫിനറ്റ്ലി. ടോണി തയ്യാച്ച് വിളിക്കാറുണ്ടോ? ഇല്ല, വിളിക്കാറില്ല കേട്ടോ. Ravi, hi Sandra, how now also do you feel in Big Boss house? I don't feel I am in Big Boss house. അങ്ങനത്തെ ഒരു സിംറ്റംസും ഇല്ല. ബട്ട് എവറി ഡേ എന്താ പറയുക, ഞാൻ സ്വപ്നം കാണും ബിഗ് ബോസ് ഹൗസ്. ആൻഡ് ഐ മിസ് ഇറ്റ്. റെസ്റ്റ് എടുക്കടാ, കണ്ണാടി വെക്കണം. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. മിക്കവാറും വേണ്ട വരും. ജെറോം ബോൾഡ്, താങ്ക് യു. വിഘ്നേഷ് വെയിൻ, രജിത്ത് ആർമിയെക്കുറിച്ച് ഒരു വാക്ക്. രജിത്ത് ആർമിയെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? അലസാൻഡ്ര ആർമിയെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഐ ഹാവ് എനിക്ക് എൻ്റെ അറിവിൽ എൻ്റെ വാട്സപ്പിൽ 2 ആർമീസ് ഉണ്ട്. എൻ്റെ എല്ലാവരും ഉള്ളൊരു ആർമിയും പിന്നെ ഗേൾസ് ഒള്ളി ഒരു ആർമി ഉണ്ട്. ആൻഡ് ഗേൾസ് ഒള്ളി ആർമി ഈസ് ലൈക്ക് മൈ ഫാമിലി. ഇപ്പം അതിൽ അത്ര ആൾക്കാരൊന്നുമില്ല, 10-20 ആൾക്കാരേ ഉള്ളൂ. ബട്ട് എല്ലാവരും പരസ്പരം ഭയങ്കര കണക്റ്റഡ് ആണ്. ഭയങ്കര ഒരു ഇമോഷണൽ ബോണ്ട് ആ ഗ്രൂപ്പിൽ വന്നു. ആൻഡ് എല്ലാവരും എനിക്ക് വളരെ സ്പെഷ്യലാണ്. എല്ലാം നല്ല അടിപൊളി കുട്ടികളാണ്. കേരളത്തിലെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് എല്ലാവരും. ആൻഡ് എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത്. ആൻഡ് ഐ ലവ് ദം. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ മറ്റേ എല്ലാവരും ഉള്ളൊരു ആർമി ഉണ്ട്, ലൈക്ക് ബോയ്സ് ആൻഡ് ഗേൾസ്. ആ ആർമിയും ഐ ലവ് ദം. എല്ലാവരും ഭയങ്കര എന്താ പറയുക,
ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഫാമിലി പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഐ ക്യാൻ ടോക്ക് അബൌട്ട് മൈ ആർമി ആൻഡ് ദേ ആർ ദി ബെസ്റ്റ്. ഐ വുഡ് സേ ദേ ആർ ദി ബെസ്റ്റ്. എന്താ പറയുക, ഇറ്റ്സ് റിയൽ കമ്മിറ്റ്മെൻറ്റ്. വേറൊന്നിനു വേണ്ടിയിട്ടല്ല, എനിക്ക് എൻ്റെ ഇത്ര ആൾക്കാർ അറിയുന്നു, ആൾക്കാരെ അറിയിക്കണം എന്നൊരു മെൻറ്റാലിറ്റി അല്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് ലവ്. അത് റിയൽ ആണ്. ആൻഡ് ഐ ലവ് ദം. സ്മൈൽ സുപ്ര, താങ്ക് യു. ഹായ് അലസാൻഡ്ര. ഹായ് പറയാൻ മാട്. കറൻ്റ്ലി ആർ യു വർക്കിംഗ് ഇൻ ഇൻഡിഗോ? ഐ എം നോട്ട് വർക്കിംഗ്. രൂപേഷ്, മേക്കപ്പ് ഒക്കെ പോയപ്പോൾ സുന്ദരിയായല്ലോ, ഒരു കറക്ഷൻ ഉണ്ട്, എൻ്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ട് കണ്ട. ഐ വാസ് ഡൂയിങ് എ ടിക്ടോക്ക് വീഡിയോ, സോ മേക്കപ്പ് ഉണ്ട്. മുഖത്ത് സൂപ്പർ, താങ്ക് യു. രേഷ്മ. പ്രിൻറ്റു, ഹായ്. സിനു, ബിഗ് ബോസ് 2 കണ്ടിന്യൂ ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുന്നു. കാരണം യുനോ ഇനി എപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും എന്നൊന്നും അറിയത്തില്ല. സോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതായിരുന്നു. തിങ്സ് ഇറ്റ്സ് ഗോണ സ്റ്റാർട്ട്. കാരണം എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചാദ്യം പറഞ്ഞല്ലോ. ഐ ഡോണ്ട് തിങ്ക് സോ. ഇസ്മായിൽ, അറബി കണ്ടാലിൽ തപ്പിയാൽ മതി. മനസ്സിലായില്ല. പുലിക്കാട്ടിൽ ചാർലി, നമ്മളെ മറന്നു അലസാൻഡ്ര ജോൺസൺ. ഇല്ല, പുലിക്കാട്ടിൽ ചാർലിയുടെ മെസ്സേജസ് ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. താങ്ക് യു. അശ്വിൻ, കാലക്കേട്ട് നല്ല മഴയൊന്നുമില്ല, അത് വെറും പറ്റിക്കൽ മഴ, ജസ്റ്റ് ഇങ്ങനെ ചാറിയിട്ടൊക്കെ പോയി. അഷിഖ്, ടിക്ടോക്ക് വീഡിയോസ് കൊള്ളാം കേട്ടോ. താങ്ക് യു. ടിബിൻ, അലുവേ. ഐ ലവ് അലുവ. അലുവേ അലസാൻഡർ, അല്ലുവേ. സോറി ഞാൻ അലുവ എന്ന് വിളിച്ചിരുന്നു, സോറി. അല്ലുവേ. മെൽവിൻ, കൊടുങ്കാറ്റൊന്നും അല്ല, അതൊക്കെ പോയി. എന്നെ അവിടെ നിന്ന് ഏൽപ്പിച്ച് വിടാൻ വേണ്ടി മാത്രമായിട്ട് മഴ പെയ്ത പോലെയാണിത്. വെൽ, ഹിയർ ഐ ആം. വാട്ട് are your other two wishes? No, I don't have any other wishes. Anandu? Pranav, ചേച്ചി ഫേവറേറ്റ് തെലുങ്കു ആക്ടർ ആരാ? I can say രാം ചരൺ ആൻഡ് അല്ലു അർജുൻ. ഞാൻ മോസ്റ്റ്ലി അവരുടെ ഫിലിംസേ കണ്ടിട്ടുള്ളൂ. ജിഷ്ണു, ടിക്ടോക്ക് വീഡിയോ സൂപ്പറാ. താങ്ക് യു. Fahad, hello, how are you? I am good. Shaiju, this is second time I'm waiting in line. I already remember saying hi to you, Shaiju. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഖമാണ്. Okay, George Samuel, I have to read it, okay? Hi Sandra Mol, സുഖമാണോ? പപ്പയ്ക്കും മമ്മിക്കും we hope a happy news from you. You are praying മോളെ. We are praying മോളെ. സുജു വിളിക്കാറുണ്ടോ? ജീസസ് വിൽ ബ്ലസ് യു. താങ്ക് യു അങ്കിൾ. എനിക്ക് എപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോസ് നല്ല നല്ല സ്വീറ്റ് കമൻറ്റ്സ് ഇരുന്ന അങ്കിളാണ് ജോർജ് സാമുവൽ അങ്കിൾ. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പയ്ക്കും അമ്മയ്ക്കും സുഖമാണ്. ആരും വിളിക്കാറൊന്നുമില്ല. ദർ ഇസ് നോ നീഡ് ഓഫ് കോളിംഗ്. താങ്ക് യു ഫോർ ദ പ്രേയേഴ്സ്. എല്ലാവരെയും ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. Is there any chance, okay, Abhilash, is there a chance to go back to Big Boss? Will you go? Definitely, I'll go. 200% I'll go. Marin George Big Boss scene continues to move. I don't know. അർജുൻ, ചന്തു ഡിയർ, ഹൗ ആർ യു? വീട്ടിലിരുന്ന് നല്ല ഫുഡടിയാണെന്ന് തോന്നുന്നു. യെസ്, സത്യം. ജിഷ്ണു, BB2 ഫുൾ എപ്പിസോഡ് കണ്ടു. പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ എനിക്ക് മിസ്സായിട്ടുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. സിജിൻ ജോർജ്, ഡാൻസ് സൂപ്പറാട്ടോ. താങ്ക് യു. നിസാം, എവിടെ പരിപാടി ചെയ്താലും പ്രശ്നമാണല്ലോ. ആന്ന്, എന്ത് കഷ്ടമാണ് നോക്കണേ. മഴ പെയ്തില്ല. എന്നെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടാൻ വേണ്ടി മാത്രമുള്ള ഒരു വൃത്തികെട്ട മൂവായിരുന്നു മഴേൻ്റെ. ബ്ലഡി മഴ. ഷാജിം, ഹായ് സാൻഡ്ര, ഹായ്.
ശില്പ മുരളീധരൻ കുറച്ച് വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി, ഹൗ ആർ യു? ഐ ലവ് യു ചേച്ചി. ബിഗ് ബോസ് നിർത്തിയപ്പോൾ എനിക്ക് എൻ്റെ ചേച്ചി നഷ്ടപ്പെട്ട പോലെയായി ചേച്ചി. ഐ മിസ് യു. താങ്ക് യു സോ മച്ച് ശില്പ. ഇവൻ ഐ മിസ് ബിഗ് ബോസ്. ഞങ്ങളെ ലാസ്റ്റ് ഡേ കൂടെ ഞാനും രഘുവും കൂടെ വന്ന് പറയുണ്ടായിരുന്നു ബിഗ് ബോസ് ഇതൊരു 1 വർഷത്തേക്ക് ആക്കാൻ പറ്റുമോ എന്ന്. ചോദിച്ച അന്ന് തന്നെ അവർ പൊക്കോളാനും പറഞ്ഞു. ഇവൻ ഐ റിയലി മിസ് ബിഗ് ബോസ്. മുനീർ കുമാരി, ഫ്ലൈറ്റ് വല്ലതും നടക്കുമോ? പാവം പ്രവാസി. ഫ്ലൈറ്റിൽ ഓൾറെഡി നടന്ന്, ഇനി കുറച്ചേരം ഭൂമി കൂടെ നടക്കട്ടെ, എന്നിട്ട് ആ നടക്കൽ ശരിയായില്ലെങ്കിൽ നമുക്ക് വീണ്ടും ആകാശത്തോട് നടക്കാം. പ്രവാസി ചേട്ടാ താങ്ക് യു. അജിൽ നല്ല സ്മൈലാണ്, ക്യൂട്ടാണെന്നൊക്കെ. പ്രദീപ്, യു ആർ ദി ജെന്യുവൻ പ്ലെയർ. താങ്ക് യു സോ മച്ച് പ്രദീപ് ചേട്ടാ. ഗുഡ് പെർഫോമൻസ് ഇൻ ബിഗ് ബി. നൈസ് ടു സീ യു. വിജയ് താങ്ക് യു. ജിഷ്ണു വിജയൻ, ഡ്രോൺ വരും ചേച്ചി. ഡ്രോൺ വന്നാൽ ഞാൻ ഓടി വീട്ടിൽ കയറും. ദിനു, ഗുഡ് ലുക്കിംഗ്. മൂവിയിൽ ചാൻസ് ഉറപ്പാ. ലുക്കിലല്ല കാര്യം, വർക്കിലാണ് ചേട്ടാ കാര്യം. ലെറ്റ്സ് സീ ഒപ്പീനിയൻ അബൌട്ട് ആര്യ. ആര്യ നിങ്ങൾ കണ്ടു? ആര്യ ചേച്ചി എന്താ പറയുക, മേ ബി ഐ ഡോണ്ട് നോ, മേ ബി ഹർ സ്ട്രാറ്റജി അങ്ങനെ ആയിരിക്കാം ഗെയിമിൽ അങ്ങനെ നിൽക്കാൻ. എന്നോടിപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട്, എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. വി യൂസ് ടു ടോക്ക്. ദർ ഇസ് നോ പ്രോബ്ലം ബിറ്റ്വീൻ അസ്. വാട്ട് എവർ ഹാപ്പൻ ഇൻ ബിഗ് ബോസ് അതൊക്കെ അവിടെ കഴിഞ്ഞു. ഓക്കെ, സംഗീത. ഹായ് ചേച്ചി, ഐ എം സങ്കീർത്തന, die-hard fan of yours. Big Boss season 2, I was really a weak one, and then God sent you, and your words, your boldness, your talking and all really inspired me. Love you. Oh, thank you so much Sankirtana, that's so sweet of you. ടിബിൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ? ഇങ്ങനെ പോയാൽ മിക്കവാറും വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഓക്കെ, നഹാന ചേച്ചി വെള്ളിമാടുകുന്നല്ലേ? ഞാൻ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. കൊറോണ പോയാൽ ചേച്ചിയെ കാണാൻ വരും ഞാൻ. വന്നോട്ടെ. വന്നോളൂ. ജിഷ്ണു എന്നൊരിക്കൽ പാട്ട് പാടാൻ പറ്റുമെന്ന്. പിന്നെ പാടാവേ. മെൽവിൻ, ഭാവിയിൽ മലയാള സിനിമയിൽ ഒരു അവസരം ലഭിക്കുന്നതും ഇൻഡിഗോയിൽ തിരിച്ചു വിളിക്കുന്നതും ഒരേ സമയത്താണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? What a question is that? Definitely മലയാളം ഫിലിം. കാരണം ഞാൻ 7 വർഷം വർക്ക് ചെയ്തു. സോ ഇനി ബ്രേക്ക് എടുക്കാം. അതുകൊണ്ട് ഐ എം നോട്ട് ഡൈങ് ടു ബി എൻ എയർ ഹോസ്റ്റസ് അഗെയിൻ. ബട്ട് യെസ്, മലയാളം ഫിലിം. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മലയാളം ഫിലിം. മെൽവിനാണ് എൻ്റെ ഈ പേജിൻ്റെ അഡ്മിൻ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വേറൊരു പേജുണ്ട്, alessandra.official. അതിൻ്റെയും അഡ്മിനാണ് ഈ മെൽവിൻ. മൾട്ടി ടാലൻറ്റഡ് ഗൈ ആണ് കേട്ടോ. ഫൈസൽ, you will have good future in film industry. Thank you so much. Inshallah. ലീനു ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, ഗ്ലാമർ ആയെന്ന് തോന്നുന്നു. വീട്ടിലിരുന്ന് അതുകൊണ്ടായിരിക്കട്ടാ. വിഷ്ണു, ടിക്ടോക്കിൽ സാൻഡിയെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിൽ ബീഡിട്ടിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ആക്കി ആരോ. That is so sad. ഇറ്റ്സ് ഓക്കെ മോനെ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. യുനോ, ചില ആൾക്കാർ അങ്ങനെയാണ്. യു കാണ്ട് ഹെൽപ്പ് ഇറ്റ്. മനോജ്, പ്രോപ്പർ സ്ഥലം കുരാച്ചുണ്ടല്ലേ? ജനിച്ചതും വളർന്നതും കുരാച്ചുണ്ടാണ്. ഇവിടെ വന്നിട്ടൊരു 3 വർഷമായി കാണും ഈ വീട്ടിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞു. കുറച്ച് നേരത്തേക്ക് നെറ്റ്വർക്ക് അങ്ങോട്ട് ഓടിപ്പോയി. സോ ഇറ്റ്സ് ഓക്കെ, ഐ ഗോട്ട് ദം ബാക്ക്. ലെറ്റ്സ് ഗോ ബാക്ക് ടു എ സീറ്റ്. You are looking good today. Thank you. ഒരു സോങ് പാടുമോ? പാടാലോ, കുറച്ചുകൂടെ കഴിയട്ടെ, പാടിത്തരാം കേട്ടോ. വെയിറ്റ് ചെയ്യേ. ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന പ്ലേസ് അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് ഗോ ടു ലാസ് വേഗസ്. എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ലാസ് വേഗസ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇനിയിപ്പോൾ അത് എപ്പോഴാണ് നടക്കാൻ പോണേന്ന്. ലെറ്റ്സ് സീ. അല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് കേരള, ഗോവ. ദോസ് ടു മൈ ഫേവറേറ്റ്സ്. ബിഗ് ബോസിൽ കോടികൾ കിട്ടിയോ? ഓണത്തിന് സമയത്താണെങ്കിൽ ചിലപ്പോൾ ഓണക്കോടി കിട്ടിയാനെ.
അല്ലാതെ ഒന്നുമില്ല. വിഘ്നേഷ് വെയിൻ എൻ്റെ ടോപ്പ് ഫാനാണ്. എന്നിട്ട് എന്നോട് എന്താണ് മിസ്റ്റർ പറയണത്? കമോൺ. വിവേക, ഓൾ ദി ബെസ്റ്റ് ഡിയർ. ഓൾസോ ബി സേഫ്. എൻ്റെ റിലേറ്റീവ് ആണ് വിവേക. താങ്ക് യു വിവേക. Nijo Jomon, hi Sandra, how are you? From Bangalore. Hi Nijo, I am good. Nijo okay ആണെന്ന് വിശ്വസിക്കുന്നു. Amal, hello Sandra, you were one of the sincere player in Big Boss. Love you. Thank you so much. Thank you. Abhilash, favorite tourist place will be Goa. I'm a big fan. I like your smile. It's beautiful, Vinod. Thank you. Go Corona, go. Yes. ഒന്ന് പോയി തരൂ എൻ്റെ കൊറോണ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. രഞ്ജിത്, FBയിലെ സ്റ്റേറ്റസ് എടുത്ത് സെൻറ്റൻസ് എടുത്ത് ഞാൻ DP ഇടാറുണ്ട്. സോ ഇൻസ്പയറിങ്. ഇല്ല, മഴ പോയി, പറ്റിച്ചിട്ട് തന്നെ പോയി. Ranjit, how are your family? Me, we support you. Hi Thirumo. Hi Ranjit. Ranjan andonu. Rajan? Okay, Rajan. Ranjit Rajan. Hello family, okay, സുഖമായിരിക്കുന്നു. എല്ലാവരും സുഖം. ലാൻസി ജോൺസൺ ആസ്കിങ്, സാൻഡ്ര അപ്പ അമ്മ എവിടെ? വേറെ സിസ്റ്റർ ഉണ്ട്. അച്ഛനമ്മയൊക്കെ ഇവിടെയുണ്ട്. അനീതി ഷാർജയിലാണ്. എല്ലാവരും അടിപൊളിയായിരിക്കുന്നു. സച്ചിൻ വിൻസിൻ്റെ ഇടയ്ക്ക് മഴ കൊള്ളും നല്ലതാ. വാട്ട് യു തിങ്ക്? ഞാൻ തിരിച്ചു പോക്കോട്ടെ താഴോട്ട്? എന്നെ ചീത്ത പറയരുത്. ഭയങ്കര ചൂട് ഇവിടെ. നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് കാണാം. ഒരു മിനിറ്റ്. ബിക്കോസ് ഇറ്റ്സ് ടു ഹോട്ട്. ഓടിപ്പോവാം. മഴ പോയോ? ആരും മൈൻഡാക്കുന്നില്ല. മിണ്ടരുത് അച്ഛൻ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എൻ്റെ അച്ഛൻ ചെയ്യുന്നു. മഴയത്ത് ചെടി നനയ്ക്കുന്ന മേരെ പിതാജി. എൻ്റെ അമ്മ. മഴ പോയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, കുറച്ച് കൊള്ളാം. ഇനി എനിക്ക് തിരിച്ചിറങ്ങാൻ വയ്യ. ബാക്ക് ടു ദ ലൊക്കേഷൻ. എന്നെ ഇട്ട് എല്ലാവരും പോയി കാണുമായിരിക്കും ഞാൻ ഇവിടെ എത്തിപ്പോഴേക്കും. ഓക്കെ. When you said about your past life in Hyderabad, we were in tears. Ayyo, that's okay. This happened and we still talk. ഒന്നും പ്രശ്നമില്ല, പോട്ടെ. എല്ലാവർക്കും കുറ്റബോധം ഉണ്ടാവുന്ന ആ ദിവസം ഉണ്ടല്ലോ, that is the best day. അരുൺ തോമസ്, അച്ഛനോട് അന്വേഷണം പറയാം. ഓക്കെ, എൻ്റെ മലയാളം മനസ്സിലാവാത്ത ഒരാൾ എന്നോട് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ഒച്ച? ഒച്ച മീൻസ് സൗണ്ട്. രാഹുൽ ഉണ്ണിമണി, കഞ്ചാവ് അടിച്ചതാണോ വെയിൽ നിന്ന്? പുന്ന സഹോദര, ഇതൊന്നും കഞ്ചാവല്ല. ഞാൻ അവിടെ കഞ്ചാവ് വളർത്തുന്നുമില്ല. എന്തോ നാടേ. നെഞ്ചിനിലേ അത് പാടാൻ എനിക്ക് ആകെ 2 ലൈനേ അറിയത്തുള്ളൂ. ഷോയും മിഴ എന്തോടും. ഞാൻ അവിടെ താഴെത്തി. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ റിച്ച് ആയോ? റിച്ചായി ഇല്ല, റിച്ച് ആയിട്ടില്ല. ഞാൻ ആക്ച്വലി എന്താ പറയുക, ഒരു ഗ്രേറ്റ് പേയ്മെൻറ്റിലൊന്നും അല്ല പോയിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക്. ആൻഡ് മോർ ഓവർ മണി വാസ് നോട്ട് മൈ ഇൻറ്റൻഷൻ. ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല പോയി. മനോജ്, NGO ക്വാർട്ടേഴ്സ് ആണോ? NGO ക്വാർട്ടേഴ്സിൻ്റെ അടുത്താണ്, JDT ഇസ്ലാം കോളേജിൻ്റെ അവിടെ. ഓക്കെ, ഞാൻ നനയും. അല്ലവിന് ഒരുമാതിരി മറ്റടുത്ത പരിപാടിയായിപ്പോയി. പാട്ട് കൊള്ളാൻ കുറച്ചുകൂടി പാടുമോ? പാടാം. ഇവിടെ തന്നെയല്ല, നല്ല ക്ലിയർ ആണ്. ഗോ ഹെഡ്. സാൻഡ്ര ഒരു സ്വീറ്റ് ഗേൾ ആണ്. താങ്ക് യു ടിൻസി തോമസ്. റസിയ, ഹായ് സാൻഡ്ര, ഹൗ ആർ യു? ഐ എം ഗുഡ്. ജിജു, ഷീസ് റിച്ച് ഹാർഡ്ലി on flight. അഭിലാഷ്, ഐ എം നോട്ട് സോ റിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സാലറിക്കകത്തുനിന്നുള്ള അതെടുത്തിട്ട് ഞാൻ ലോൺ എടുത്തു. അതിനകത്ത് കുറച്ച് കാശ് എനിക്ക് എൻ്റെ അച്ഛനും തന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ റിട്ടയർഡ് ആയപ്പോൾ ഉള്ള കാശ്. സോ അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ വീട് മേടിച്ചത്. ദിസ് ഹൗസ് വീട് മേടിച്ചത്. സോ
സോ വാട്ട്, ഇതെൻ്റെ മാത്രം സ്വത്തല്ല, എൻ്റെ അച്ഛനൊരു പങ്കുണ്ട് ഇതിൽ. ആൻഡ് ഞാൻ ഇപ്പോഴും ലോൺ അടയ്ക്കുന്നുണ്ട് പെർ മന്ത് 20,000 rupees. ഐ എം നോട്ട് എ റിച്ച് ഗേൾ. ഇറ്റ്സ് ജസ്റ്റ് എ സേവിങ്. യു ലുക്കിംഗ് സോ ക്യൂട്ട് ചേച്ചി, താങ്ക് യു. മിഥുരാജ് ക്ലോസ് ഇനഫ്. മിത്താലി രാജ്, എനിക്കറിയില്ല ആരാണ്. താങ്ക് യു. ബെഡ്റൂം ആകെ പോയി. ലുഡോ കളിക്കാറുണ്ടോ? അത് എന്നെ ആരെയും നിർബന്ധിക്കുമ്പോൾ ഞാൻ കളിക്കാറുണ്ട്. എനിക്ക് മടിയാണ് ലുഡോ കളിക്കാൻ. ലവ് ദോസ് ഹു ലവ്ഡ് വൺസ് ഡിയർ. അത്രേ ഉള്ളൂ. ഓക്കെ, ഐ ലൈക്ക് യു ക്യൂട്ട്നെസ്. താങ്ക് യു. കാലിക്കറ്റ് ആണ് സ്ഥലം. ഇതേ സ്ഥലം. ബിഗ് ബോസിലെ ഓസ്കർ വിന്നേഴ്സ് വിളിക്കാറുണ്ടോ വിഘ്നേഷ്? ഉണ്ട്. അൻസർ, നിങ്ങൾ ബാഹുബലിയിൽ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ അതിനകത്ത് നമ്മുടെ ബാഹുബലിക്ക് ആ കല്ല് പൊക്കി കൊടുക്കുന്നത് ഞാനാണ്. താഴെ കണ്ടില്ല. ഷോലി യു വിൽ റീച്ച് ഹൈറ്റ്സ്. താങ്ക് യു ടോണി. താങ്ക് യു സോ മച്ച് ടോണി ഷാജി തോമസ്. താങ്ക് യു. ഫിലിം ചാൻസ് നോട്ട് ഇൻ എ ബിഗ് സ്കെയിൽ. ലൈക്ക് Blessing, I like your face expression. It's very cute. Thank you. ചേച്ചി, എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്. എൻ്റെ ചേച്ചിയോടൊപ്പം ഒരു നല്ല മൊമെൻറ്റ് എനിക്ക് വേണം ശില്പ. എന്തായാലും നമുക്ക് ഈ വൃത്തികെട്ട കൊറോണ എല്ലാം കഴിഞ്ഞിട്ടേ നമുക്കൊരു മീറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്കൊക്കെ സെറ്റാക്കാം. റിയാസ്, KP റിയാസ്, ഹലോ, എന്തൊക്കെയോ വിശേഷം? അടിപൊളിയല്ലേ? ഒരു ഹായ് പറയൂ. ബിഗ് ബോസ് സൂപ്പർ. ഹായ്. Adarsh, we all miss Big Boss team. Sugamalle Mutte, Sugmanu Mutte. Hi, I'm Ginu from Ahmedabad. Hi, Ginu. Ahmedabad is a beautiful place. സിദ്ദിഖുൽ, അടിയന്തരാവസ്ഥ കാലത്തെ കുറാച്ചനെ കുറിച്ച് അറിയുമോ? കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്ലെസ്സിങ്, ഞാൻ 2 ആർമിയിലുണ്ട്. നൈസ്. ഡാനിയൽ സി, ഞാനാണ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. ഹായ് ഡാനിയൽ. എനിക്ക് മെൽവിനെ അറിയാം, എനിക്ക് ആൻഡ്രൂവിനെ അറിയാം, ഇപ്പോൾ ഡാനിയലിനെ അറിയാം, എൻ്റെ അഡ്മിൻ്റെ. മിസ് ഇറ്റ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. ഇറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദി എൻറ്റയർ ബിഗ് ബോസ് ഹൗസ്. ദ മെമ്മറീസ്. എന്താ പറയുക, എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ആ ബ്യൂട്ടിഫുൾ മെമ്മറീസും ആ 360 ഡേയ്സും എനിക്ക് തോന്നില്ല എനിക്ക് ആ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണെന്ന്. ഇറ്റ് ഈസ് ലൈക്ക് അമേസിങ്. നോട്ട് സ്പെഷ്യലി എനി വൺ. ഐ മിസ് ദി എൻറ്റയർ എക്സ്പീരിയൻസ്. എൻജോയ് റെയിനിങ് ദിസ് സമ്മർ കൊറോണ സീസൺ. ഗോഡ് ബ്ലെസ് യു. ഞാൻ നനയുന്നുണ്ട്. ഇറ്റ്സ് ഡ്രിസ്ലി. അമൽ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. യു ടു. స్వాపన్ విశ్వాస్, నేను ఉరికి పుట్టిన బేబీ. తెలుగు అని തോന്നുന്നു. తెలుగు. చెప్పండి. അറിയാന്നൊക്കെ പറയാം. ഇഷ്ടമുള്ള കാർട്ടൂൺ പറയാമോ പാർവതി? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ടോം ആൻഡ് ജെറി. മിസ്റ്റർ ബീനും ഇഷ്ടമാണ്. ജിഷ്ണു വിജയൻ, സിസ്റ്റർ എവിടെ? ദേ ബാക്കിൽ ഒളിഞ്ഞു നോക്കുന്ന എൻ്റെ അമ്മയാണ്. സിസ്റ്റർ ഷാർജയിൽ. സുരേഷ് കുമാർ, കണ്ണിൻ്റെ പ്രശ്നമെല്ലാം മാറിയോ? ഇല്ല, മാറിയിട്ടില്ല. ഒരു ഇറിറ്റേഷൻ ഉണ്ട് കണ്ണിൽ, എസ്പെഷ്യലി റൈറ്റായി. എന്താ പറയുക, രാത്രി ഫുള്ള് ഞാൻ ഇരുന്നിട്ട് ഫോണിൻ്റെ അകത്ത് വീഡിയോസ് കാണലാണ്. രാവിലെ കിടന്നുറങ്ങും. പിന്നെ എന്ത് ചെയ്യാനാ? ആര് പറയാൻ, ആര് കേൾക്കാൻ? അഭിരാമിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? അഭിരാമിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്, നല്ല കോണ്ടാക്ട് ഉണ്ട്. ഷീബ is the Sandra Army girls. Yes, girl power. Meta Cruz. ഹരിരാജ്, ഇപ്രാവശ്യം റേഞ്ച് ഉണ്ടല്ലോ. ലാസ്റ്റ് ടൈം പറഞ്ഞ കൊറോണ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് മറക്കണ്ട. മറന്നു, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചാൽ മതി കേട്ടോ. മെൽവിൻ, ബിഗ് ബോസ് ആയിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ വന്നപ്പോൾ കൊറോണ കാരണം സെയിം അവസ്ഥ. അങ്ങനെ തന്നെ വേണം. ഈ അവസ്ഥ ഐ ഡോണ്ട് ലൈക്ക്. ആ അവസ്ഥ ഐ ലവ് ഇറ്റ്. എനിക്ക് അവിടുന്ന് പുറത്തിറങ്ങണമെന്നേ ഉണ്ടായിരുന്നില്ല. വേറെ
ഒരു ഫീലാണത്. എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞത്, എന്താ പറയുക, പറഞ്ഞ് ഫലിപ്പിക്കാം എന്നെനിക്കറിയത്തില്ല. മൂക്കൂതി ഒന്ന് മാറ്റിപ്പിടിക്കണം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അജയ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ എവിടെ പോയി മേടിക്കാനാണ്? കടകളൊന്നുമില്ല, പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. എന്തായാലും ഇതിന് മാറ്റം ഞാൻ വരുത്തിയിരിക്കും. ആ പിടിക്കും നൽകി കാണിക്കുന്നു. കല്യാണം നോക്കുന്നുണ്ടോ? ഇല്ല. ഹൗ ആർ യു? സുജ, ഐ എം ഗുഡ്. ജോൺസൺ എബ്രഹാം, മൈ അച്ഛൻ ഈസ് വാച്ചിങ് ഇറ്റ്. കള്ളൻ. എൻ്റെ അച്ഛൻ അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ ലൈവ് കാണാണ്. മുഖത്ത് ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഹായ് സാൻഡ്ര. ഹായ് റിനി ജോസ്. ഹരിത് സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അഭിപ്രായം. ഐശ്വര്യ, ആർമിയിൽ ആദ്യം മുതലേ ഉണ്ട്. ഹായ് ഐശ്വര്യ. രാഹുൽ ഉണ്ണിമണി, എന്താണ് ഫേക്ക് എന്ന് ഉദ്ദേശിച്ചത്? ഈ കാണുന്ന അലസാൻഡ്ര ഫേക്ക് എന്നാണോ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഫേക്ക് എന്താണ് സാർ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ തന്നെയാണ് സത്യമായിട്ട് ഫേക്ക് ഒന്നുമില്ല, റിയലാ. അഭിലാഷ്, സാൻഡ്ര, വെൻ ഈസ് യുവർ ബർത്ത്ഡേ? മൈ ബർത്ത്ഡേ ഈസ് ഓൺ May 9th. അടുത്ത മാസം 9th എൻ്റെ ബർത്ത്ഡേ. ബട്ട് പ്ലിങ് സലാം. എപ്പോഴും ഒരു ഫോട്ടോ ഞാൻ വരച്ചു ഇപ്പോൾ. ഓക്കെ, താങ്ക് യു. എനിക്ക് അയച്ചു തരിക. ഷ്രിയാസ്, Sandra, you're so talented. Hope to see you in big screen, inshallah. Let's see. Chandravas, Sandra, Rafi Muhammad, ആരാ മനസ്സിലായില്ല? മനസ്സിലാക്കണ്ട. Tinsi, can you say big hi to my kids Leah and Lena, please? Hi Leah Kutti and hi Lena. A big hi. Surya Shankar, hi Sandra, hi. Shafid, without makeup you like ow. അതാണ് ഉദ്ദേശിച്ചത്. ആ എക്സ്പ്രഷൻ ആണോ കറക്റ്റ്? എന്തിയാ മേക്കപ്പ് ജീവിതം. ലീച്ചുക്കുട്ടൻ, നിലപാടുള്ള രാജകുമാരി ആക്കിയതാണോ സംശയം? ആക്കിയതല്ല. ടിക്ടോക്ക് കൊള്ളാം ജസ്റ്റിൻ, താങ്ക് യു. സുരേഷ് ശങ്കർ ഫ്രം റിയാദ്, ഹായ്. അബിദ്, കാസർഗോഡ്. യെസ്, എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട് കാസർഗോഡ്. അഭിലാഷ്, ഫേവറേറ്റ് തമിഴ് ആക്ടർ? തല അജിത്. പറഞ്ഞു സെയിം ക്വസ്റ്റ്യൻസ്. ആനന്ദക്കുട്ടൻസ്, പ്ലീസ് ഡോണ്ട് വെയർ മേക്കപ്പ്, യു ആർ മെസ്സിങ് വിത്ത് പെർഫെക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് പിക്കപ്പ് ലൈൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കണേ, എല്ലാവരും കോപ്പി ചെയ്തോളൂ, ഭാവിയിൽ നമുക്ക് യൂസ് ചെയ്യാം. മോനിഷ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു. ഹായ് സുന്ദരേട്ടൻ, താങ്ക് യു. ഹായ് തിരുമോ സിബിൽ, ഹായ്. ജോമി, ടിക്ടോക്ക് വീഡിയോ സൂപ്പർ, താങ്ക് യു. ഇന്ന് എനിക്കറിയില്ല നിങ്ങൾ എത്ര ആൾക്കാർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. രഘു ഓരോരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് 20ാമത്തെ, അതായത് ടോട്ടൽ 21 കണ്ടസ്റ്റൻസ് ഉണ്ട്. സോ ഇന്ന് 20ാമത്തെ ആണ്. എനിക്ക് തോന്നുന്നു ഞാനാണ്, എന്നെ തന്നെ ആയിരിക്കും. സോ ഇന്ന് എഴുതാൻ പോണത്. സോ എന്താണ് എഴുതുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ആരും അതൊന്ന് കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. ഏതായാലും രഘുവിൻ്റെ ഐഡിയ മാത്രമാണ് നമുക്ക് രഘുവിനെ ചീത്ത വിളിക്കുന്നത് കഴിഞ്ഞിട്ട്. Gino Philip, good wishes to your future, thank you. Abhilash, who is your crime partner in Bigg Boss? That's not a question, that is very evident. That is Raghu. രശ്മി, മൂവി വന്നാൽ ചെയ്യണം ചേച്ചി, പിന്നല്ല. ബിഗ് ബോസ് ഫേക്ക് ഓർ നോട്ട്? ബിഗ് ബോസ് ഈസ് നോട്ട് ഫേക്ക്. അക്കിൻ, ചിന്ത ചേച്ചി ഓൾറെഡി ഹായ് പറഞ്ഞു. ലിയ ആൻഡ് ലെനയ്ക്ക് ഒരു ബിഗ് ഹായ്. റോബിൻ, ഹേ കനവേ, ആൽബം ഇഷ്ടപ്പെട്ടു, താങ്ക് യു. ദാറ്റ് വാസ് നോട്ട് വിത്ത് എനി എന്താ പറയുക
പ്രീ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് ഡിഡ് ഇറ്റ്. എനിക്ക് ഐ നോ ഐ ഹാവ് ടു ബി മച്ച് മോർ ബെറ്റർ. പക്ഷേ ജസ്റ്റ് ലേണിംഗ് മാത്രമായിരുന്നു അതൊക്കെ. മെൽവിൻ, ബിഗ് ബോസ് എഡിറ്റേഴ്സിനെ കുറിച്ച് 2 വാക്ക്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നോ കമൻസ്. അവർ മുത്താണ്, മുത്ത് ചിപ്പിയാണ്. എൻ്റെ അമ്മോ, ഇങ്ങനെയൊന്നും എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തത് തെറ്റൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, ഒരു കോൺട്രവേഴ്സിയുടെ വക്കത്ത് കൊണ്ടതിനെ എഡിറ്റ് ചെയ്തിട്ട് പോകണ്ടായിരുന്നു. ബാക്കിയും കൂടെ കാണിച്ചിട്ട് അത് എഡിറ്റ് ചെയ്തായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ മച്ച് മോർ ക്ലിയർ ആയേനെ. ബട്ട് എന്ത് ചെയ്യാനാ, എഡിറ്റ് ചെയ്യുന്നത് ഞാനല്ലല്ലോ. മനസ്സിലായില്ല. ഹായ് അനസ്, സാജുൽ, ഷൈജു, when did you step inside the baby house? What did you feel? Okay, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്നാണ് ചോദ്യം. ഫസ്റ്റ് ബിഗ് ബോസിൽ എൻട്രി ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് വലിയ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് കൂൾ, എല്ലാവരും ഉണ്ട് ആൻഡ് നോട്ട് എ ബിഗ് ഡീൽ എന്ന രീതി കയറി. പക്ഷേ സെക്കൻഡ് ടൈം കയറിയപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഇൻ ക്ലൗഡ് 9 എന്നൊക്കെ പറയില്ലേ. ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ എനിക്ക് എങ്ങനെയും തിരിച്ച് കയറണമെന്ന് ആഗ്രഹം. എൻ്റെ ഏറ്റവും ഞാൻ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് സെക്കൻഡ് എൻട്രി. ആൻഡ് ഐ വിൽ നെവർ ഫൊർഗെറ്റ്. ഐ വിഷ് ഒരു തേർഡ് എൻട്രി കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. അഞ്ജു അഗാലി, തളരുത്, ബിഗ് ബോസിൽ സൂപ്പർ ഗെയിമിംഗ്. താങ്ക് യു. നോ തളച്ച, ബി പോസിറ്റീവ് മാൻ. ഫസൽ, ഒരു ഹായ് പറയുമോ? ഹായ് വിനോദ്, ഹായ് രേഷ്മ മോൾ KG, ഹൗ ആർ യു? ഐ ആം ഗുഡ്, ഹൗ ആർ യു? വിഷ്ണു സന്തോഷ്, ഇവിടെ ഭയങ്കര മഴ. എവിടെയാ? ഇവിടുത്തെ മഴയൊക്കെ പോയി, വെറും പറ്റിക്കൽസ് ആണ് ഇവിടുത്തെ മഴയൊക്കെ. ജിനു പൊന്നപ്പൻ, ഐ തിങ്ക് ദിസ് ഇസ് നോട്ട് എ ലൈവ് വീഡിയോ. അതെ, 1 സെക്കൻഡ്, എന്തൊക്കെ സംഭവിച്ചു? അമ്മ, എൻ്റെ ലൈവ് കട്ടായോ ഇടയ്ക്ക്? ഇടയ്ക്ക് കട്ടാവുന്നുണ്ടെന്നൊക്കെ എനിക്കറിയത്തില്ലേ. എൻ്റെ ലൈവ് വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണല്ലേ. ഇപ്പൊ ലൈവ് കാണുന്നുണ്ട് തന്നെ? ലൈവാണോ? ഇത് സംതിങ് റോങ് വിത്ത്, എനിക്കറിയത്തില്ല എന്നതാ റോങ് എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കേ, മുഹമ്മദ് റഫി, ഒന്ന് നോക്കുവോ? നമസ്കാരം, ഹലോ. കൊറോണ കഴിഞ്ഞിട്ട് മീറ്റ് വെക്കണം. പിന്നെ സച്ചു എന്തായാലും വെക്കട്ടോ. ടോണി ഷാജി, BB എപ്പിസോഡ്സ് എത്രത്തോളം BB ലൈഫ് കാണിക്കുന്നുണ്ട്? എപ്പിസോഡ്സ് ഒരു പേഴ്സൻ്റെ ആണെങ്കിലും ഒരാളുടെ ആണെങ്കിലും ഒരു എപ്പിസോഡ് ഒരു വ്യക്തിൻ്റെ മാക്സിമം 10 മിനിറ്റ് പോലും കാണിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ 10 മിനിറ്റ് പോലും കാണിക്കുന്നില്ല. ആൻഡ് ഇമാജിൻ ദർ ആർ 24 hours. ഈ 24 മണിക്കൂറിനകത്ത് ഒരു ദിവസം കാണിക്കുന്ന ഒരു വ്യക്തിൻ്റെത് 10 മിനിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 15 മിനിറ്റ് ആണെങ്കിൽ, ബാക്കി 23 മണിക്കൂർ 45 മിനിറ്റും ഉണ്ട്. അതുകൂടെ നമ്മൾ ചിന്തിക്കണം. കണ്ണൻ ദേവ് ഇല്ല, സുജോനെ കണ്ടിട്ടില്ല. Expecting some social service and charity after corona, further decide once. അത് ഫോർ ഷുവർ ആണ്. മറ്റേ നമ്മുടെ ഇതില്ലായിരുന്നു, സന്നദ്ധ സേന എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മിനിമം 3 പ്രാവശ്യം അതിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു. 3 പ്രാവശ്യം അത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം എനിക്കതിലേക്ക് ലോഗിൻ ആകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ പിന്നെ അതുപോലെ തന്നെ ചാരിറ്റി യെസ് പേയ്മെൻറ്റ്സ് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് അത് ഇവിടെ എല്ലായിടത്തും കൊട്ടി ഘോഷിച്ച് എല്ലാ സോഷ്യൽ മീഡിയയിലും പോയിട്ട് വിളിച്ച് പറയുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നാണ്. സോ അതുകൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങളാരും വിചാരിക്കുന്നത് ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ എനിക്കത് കൊട്ടി ഘോഷി നടക്കാൻ എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് സിമ്പതി. ചക്ക മുഴുവൻ തിന്നു തീർത്തോ? ചക്ക മുഴുവൻ തിന്നു തീർത്തില്ല. ചന്ദ്രദാസ്, യു ആർ മൈ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. താങ്ക് യു. ചേച്ചി നല്ല ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു രഞ്ജിത്ത്. I wish to you be in Karika Scoot web series.
അറിയില്ല, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. കേട്ടോന്ന്. ബിഗ് ബോസ് സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ബിഗ് ബോസ് ഞാൻ സ്വയം വിലയിരുത്തുന്നത്, എനിക്ക് പേഴ്സണലി ഐ ലവ് ബിഗ് ബോസ്. നിങ്ങൾ കണ്ട 1 hour അല്ലായിരുന്നു വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. എനിക്കൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ളൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. സോ പുറത്തുനിന്നൊരു ഓഡിയൻ കാണുന്ന പോലെയല്ല ഞാൻ അവിടെ ജീവിച്ചത്. സോ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇസ് ഡിഫറെൻറ്റ്. ആൻഡ് ഞാൻ സ്വയം വിലയിരുത്തുന്നത്, എനിക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടു ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ. അതിലെനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഇത്രയും എന്താ പറയുക താഴ്ന്നു കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറൊരു റിഗ്രറ്റും എനിക്ക് തോന്നിയിട്ടില്ല. സാൻഡ്ര സേ 1 ഹായ്. വിനോദ് നമ്പ്യാർ ഹായ്. ഹായ് ചേച്ചി പൊളിയ. ജെറി ജോർജ് താങ്ക് യു. ഹായ് ഹായ്. ഇൻസ്റ്റയിൽ ലൈവ് വരാം, സൂൺ വരാം കേട്ടോ. സലാം. ബിഗ് ബോസ് തട്ടിപ്പോണം നെയോ. അഫ്സലാഖ് സുജോന് വിട്ടോ, ഇനി വേണമെങ്കിൽ എന്നെ പ്രണയിച്ചോ. പിന്നെ ഞാനത് ടൈം പാസിനാണല്ലോ പ്രണയിക്കുന്നത്. വേ ഓഫ് ടോക്ക് ഈസ് നൈസ്. താങ്ക് യു ഷാജു. ഫിറോസ് ബിഗ് ബോസിൽ ഡാൻസ് പൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. എപ്പോഴും കൊല്ലത്ത് വരുവാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിക്കൂ രഞ്ജിത്ത്. ഷോ എന്തായാലും. പി ബിയിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് രഘു. ഹൃതിക് റോഷൻ വിളിച്ചാൽ പോകുമോ? എന്തിനു വിളിച്ചാലാ? ഡാൻസ് കളിക്കാനാണോ? അയ്യോ ഞാൻ പോവില്ല. കോഴിക്കോട് ഇപ്പം വെളിമാടുന്ന്, അതായത് നമ്മുടെ NGO കോട്ടീസൊക്കെ കഴിഞ്ഞിട്ട്. കുര്യൻ ഓക്കെ. ഹോപ്സ് ദ ലെസൺസ് you learned from Big Boss will be with you forever in your life. എനിക്കറിയില്ല. If you get a chance to be a heroine of DQ and Prithviraj, you can only select one. Which one will you choose? I may choose Prithviraj. പക്ഷെ എനിക്ക് എൻ്റെ ആരും കേൾക്കണ്ട. ഐ ലൈക്ക് ആസിഫ് അലി. അപ്പം ഞാൻ എപ്പോഴും പറയണ്ടായിരുന്നു, ഇഫ് ഐ വോണ്ട് ടു ഡു എ മൂവി ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ആസിഫ് അലി. എനിക്കറിയില്ല, ഐ ലവ് ദ വേ ഹി ആക്ട്. എനിക്ക് ആസിഫ് അലിൻ്റെ കൂടെ ഫിലിം ചെയ്തിട്ടുണ്ട്. വൈ നോട്ട് ടോവിനോ, ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഇതൊക്കെ കട്ട് ചെയ്യണേ. ഇപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മിസ്സിങ് തോന്നിയത് ഞാൻ ഹോട്ട്സ്റ്റാറിൽ, ഓക്കെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മിസ്സിങ് തോന്നിയിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിൽ ഫസ്റ്റ് എപ്പിസോഡൊക്കെ എടുത്ത് കാണുമായിരുന്നു. അലസാൻഡ്രനെ കാണാൻ. ഓ താങ്ക് യു സോ മച്ച് ടിബിൻ. കോഴിക്കോട് എവിടെ? കൂരാച്ചുണ്ട്. ഹലോ, ഫേവറേറ്റ് തമിഴ് ആക്ടർ ആരാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, എൻ്റെ ഫേവറേറ്റ് ആക്ടർ എസ് തല അജിത്ത്. ആശ സുഖമാണോ? സുഖമാണ്. ബിഗ് ബോസ് ഓഡീഷൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തൊരു വർക്കിൻ്റെ സിനിമാറ്റോഗ്രാഫർ ബിഗ് ബോസിൻ്റെ കാസ്റ്റിംഗ് ക്രൂ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. സോ അവനോട് ചോദിച്ചു ഡു യു നോ എനിവൺ. അങ്ങനെ എൻ്റെ പ്രൊഫൈൽ കൊടുത്തു. കുറേ പേര് പ്രൊഫൈൽ കൊടുത്തു, അതിൽ എൻ്റെ പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ഐ വെൻറ്റ് ഫോർ എൻ ഇൻ്റർവ്യൂ പോയിട്ട് അതിൻ്റെ ക്രാക്ട് ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 4 പേര് എൻ്റെ മോൾ ഒക്കെ വെച്ചിട്ട്. സോ യാ, it's not so easy. Sujit Epen, if possible reply to the messages. Yes sir, yes I will. കിഷോർ, വാട്ടർ ധാരാളം കുടിക്കാറുണ്ടോ? കുടിക്കാറില്ല, കുറവാണ്. ബട്ട് ഐ വോണ്ട് ടു ഡ്രിങ്ക്. നാസിം, മഞ്ഞക്കിളിയെ സോ മിസ് ദാറ്റ് മഞ്ഞക്കിളിയെ വിളി. ഞാൻ പറയാം, ഇതൊക്കെയാണ് നമുക്ക് മിസ് ചെയ്യുന്ന ഓരോ മൊമെന്റ്സ്. അതുകൊണ്ടൊക്കെ ബിഗ് ബോസിനെ മിസ് ചെയ്യുന്നത്. ഇന്ന് പുള്ളി ലുക്കിലാണല്ലോ. താങ്ക് യു. Okay, fine. This Milan. Okay. I think this is the same comment I got in Instagram also.
Please watch Trans movie. And what type of a Christian are you? Like, are you a Pentecost, RC? What are you? And what's your opinion on Rahul Ravi and Prapti Elizabeth? Are you reading these messages like 10 minutes later? Brother, അത് കാണുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. I have to read all the messages. So it may take some time. I apologize. Okay. Trans movie ഞാൻ കണ്ടതാണ്. It's a nice movie. I loved it. I so loved it. And I'm Roman Catholic. And opinion about Rahul Ravi. Rahul Ravi is my very good friend. And what else? He's a very nice guy. Prapti Elizabeth is amazing. I love her videos, and I do personally message her. ഞാനൊരു ഭയങ്കര ഫാനാണ് പ്രാപ്തിൻ്റെ. സോ ഞാൻ പ്രാപ്തിക്ക് I do compliment, I do message her. I love both of them. പാട്ട് പാടുമല്ലോ. സുബീഷ് ഫോട്ടോ അടിപൊളിയായിരുന്നു. താങ്ക് യു. ജോൺസ്വിൽ, ഇനി ഗോവയിൽ എവിടെ പോകാനുള്ളത്? ഗോവയിൽ എവിടെയും പോകാൻ ബാക്കിയില്ല. ബട്ട് സ്റ്റിൽ I don't mind going. മുഹമ്മദ് റഫി, തമിഴ്നാട്ടിലോട്ട് വന്നിട്ടുണ്ടോന്നോ? I was in Chennai for 7 years. Last time posted with the yellow dress. It was nice. Thank you. Akshay, hi. Anthony, hi. Israr, hi. Ramesh, hello. കുറെ പേരോട് തല്ലുകൂടിയിട്ടുണ്ട് സാൻഡ്രിക്കായി ബിഗ് ബോസ് ഗ്രൂപ്പിൽ. താങ്ക് യു സോ മച്ച്. I will never forget you guys. ഞാൻ പറയട്ടെ, ഫസ്റ്റ് എൻട്രി കഴിഞ്ഞ് ഞാൻ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിന് വന്ന സമയത്താണ് ഒരുപാട് ഭയങ്കര ടെറി മെസ്സേജസും കമൻസും ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ സമയത്തും എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. എ ലോട്ട് ഓഫ് ദെം. ഓക്കെ, ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ പുറത്ത് പോയപ്പോഴും ഞാൻ അത്യാവശ്യം ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഹോപ്പ് വന്നത്. ഈ തെറി വിളിക്കുന്നവരൊക്കെ ചുമ്മാ എന്താ പറയുക, തോന്നുന്നത് സംസ്കാരമില്ലാതെ ചുമ്മാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ വന്ന് ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. അല്ലാണ്ട് ജെന്യുവൻ ആയിട്ട് ഭയങ്കര സിൻസിയറായിട്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ കൂടെ നല്ല രീതിയിൽ റിപ്ലൈ ചെയ്യുന്നത്, നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹ്യൂജ് ക്രൗഡ് ഉണ്ടായിരുന്നു. സോ മൈ സെക്കൻഡ് ഇന്നിങ് അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് തന്നെ ഇവരെയൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ആ കണ്ട ഒരൊറ്റ നെഗറ്റീവ് കമൻസും എനിക്ക് ഒരു രീതിയിലും ബാധിച്ചില്ല. ദാറ്റ് വാസ് ലൈക്ക് ട്രസ്റ്റ്. അപ്പുറത്ത് എനിക്ക് അതിൽ കൂടുതൽ പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. ആ പോസിറ്റീവ് കമൻസിനെ വെച്ചിട്ട് ഈ നെഗറ്റീവിനൊക്കെ ഞാൻ തകർത്ത് ഈ പോസിറ്റീവ് എന്നോട് സംസാരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സെക്കൻഡ് ടൈം ബിഗ് ബോസിൽ പോയത്. സോ താങ്ക് യു സോ മച്ച്. ഐ അപ്രീഷിയേറ്റ് യു ഗൈസ്. ഹായ്, ഐ ആം ഫ്രം ഊട്ടി. ഹായ് മുഹമ്മദ് റഫി. സിബിൽ, ബ്രഗു കഴിഞ്ഞ ബിഗ് ബോസിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? I don't know. Should I lie? I don't know. But I don't talk to that person now. He used to be my best friend. It was Sujo. He used to be my best friend, but now we don't talk, but for some reason. But it's okay. Memories are memories. So you asked me the question, Raghu Kaidnya Big Boss-le best friend ആരാന്നാണ്. So that is the answer. Past. Alvin Reggie, I am too late. No, you are not. Thank you. ചൂടുന്നുണ്ടോ വെച്ചാൽ ചൂടെടുക്കുന്നുണ്ടോ എന്നാണെങ്കിൽ യെസ്. കൊറോണ ജീവിതം എങ്ങനെ പോകുന്നു? അങ്ങനെയൊക്കെ പോകുന്നു. ഇൻസ്റ്റ ID പറയൂ അലസാൻഡ്ര. ഇറ്റ്സ് അലസാൻഡ്ര ജോൺസൺ. ഒരുപാട് പേജ് കിട്ടും, അതിനകത്ത് 2 ചിറകുള്ള പേജാണ് എൻ്റെത്. മെൽവിൻ ചലക്കുടി, യെസ്. അബൌട്ട് മൈ സിസ്റ്റർ ഷീ ഈസ് അമേസിങ്. അവൾ അടിപൊളിയാണ്. ഷീസ് വേറെ ലെവൽ. എനിക്ക് വേണ്ടി പുറത്തിരുന്ന് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി എൻ്റെ അനിയത്തിയാണ്. ആൻഡ് ഐ വോണ്ട് ടു കറക്റ്റ് വൺ തിങ്. ഞാനന്ന് ബിഗ് ബോസ് ഹൗസിൽ ഞാനൊരു സുജുവായിട്ടുള്ള ഫൈറ്റിനിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയാണ് അത് ഇട്ടതെന്ന്. എനിക്കറിയില്ല ഏത് കമന്റിനെ കുറിച്ചാണ് അന്നും ആ വ്യക്തി എന്നോട് സംസാരിച്ചതെന്ന്. ആ അടി ഡ്രാഗ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊരു എക്സ്ക്യൂസ് അവിടെ പറഞ്ഞത്. ഏത് കമൻസാന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയൊരു കമൻറ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കണ്ടിട്ടുമില്ല.
അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളെ മോശമായി ചിത്രീകരിക്കാൻ ഞാനൊരു കമൻറ്റും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ നിന്ന് എന്നെ കടിച്ചു കയറാൻ വന്ന സമയത്ത് ഞാൻ അവിടുന്ന് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞത്. ബട്ട് മൈ സിസ്റ്റർ ഈസ് അമേസിങ്. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഹാർട്ട് പേഴ്സൺ. അവൾക്ക് എന്നെ ഹേർട്ട് ചെയ്യുന്നത് ഒരു 1% പോലും എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഷീ ഫൈറ്റ് ഫോർ മീ, ഷീ സ്റ്റുഡ് ഫോർ മീ, ഷീ ഡിഡ് എവറിഥിങ് ഫോർ മീ ആൻഡ് ഐ ജസ്റ്റ് ലവ് ഹർ. സത്യമായിട്ട് ഐ എം ടു ബ്ലെസ്ഡ് ടു ഹാവ് എ സിസ്റ്റർ ലൈക്ക് her. And I'm sorry Big Boss ഹൗസിൽ I used your name. It's just because I thought I could സിറ്റുവേഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ഐ നോ ഐ ഡാമേജ് യുവർ നെയിം. ഐ എം സോ സോറി. ഐ നെവർ തോട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഐ അപ്പോളജൈസ്. അഞ്ജലീന ബാബു, ഞാൻ ബിഗ് ബോസ് കണ്ടത് ചേച്ചി ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. താങ്ക് യു അഞ്ജലീന. അഭിലാഷ് എന്നെ തെറ്റ് തീർക്കുമോ? എൻ്റെത് ഇപ്പം തീരും. ചേച്ചിയുടെ ചിരി എനിക്ക് ഒരുപാട് ഇഷ്ടമാ. സഞ്ജീവ് താങ്ക് യു. ലവ് യു ചേച്ചി. സ്റ്റേ സേഫ്. ജസിക യു ടു. ഓക്കെ. വെങ്കടേഷ്, അച്ഛനെ ഒന്ന് കാണിച്ചു തരണോ? അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛനൊക്കെ വീട്ടിനുള്ളിൽ TV കാണുക. നെക്സ്റ്റ് ടൈം കാണിച്ചു തരാം കേട്ടോ. ബിഗ് ബോസിൽ പറയുന്നത് ഒന്നും മനസ്സിലായില്ല. നല്ല സ്പീഡാണല്ലേ? അതെനിക്ക് പണ്ട് മുതലുള്ളൊരു പ്രശ്നമാണ്. ഞാൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. പോരാത്തതിന് എൻ്റെ നല്ല ഹസ്കി വോയിസ് അല്ലേ, ഈ ഹസ്കി വോയിസ് ആയതുകൊണ്ട് പല വേർഡ്സും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബ്രീത്തിങ്ങിന് ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ എന്താ പറയുക, ഐ ബ്രീത്ത് വെരി ഫാസ്റ്റ്. പിന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ബ്രീത്ത് ചെയ്യില്ല. അപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് എൻ്റെ സംസാരത്തിലുണ്ട്. പിന്നെ ഇനിഷ്യൽ ഡേയ്സിലാണെങ്കിൽ ഞങ്ങൾ ഫുള്ള് ഗാനമേളയായിരുന്നു. പാട്ടുപാടി എൻ്റെ സൗണ്ട് പോയി. പിന്നെയാണ് കഷ്ടപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സോ അതുകൊണ്ടാണ്. പിന്നെ സ്പീഡും ഉണ്ട്. എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് കേൾക്കാണ്ടിരുന്നത്. ഞാൻ ഒരുപാട് ട്രോൾസൊക്കെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. ഐ അപ്രിഷിയേറ്റ്. ദാറ്റ് ഈസ് മൈൻ. അത്രയും വലിയ എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്പീഡിൽ സംസാരിക്കും, കുറേ കൺട്രോൾ ചെയ്യണം ഞാൻ. പിന്നെ ഹസ്കി വോയിസ് ആണ്, ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ ഐ വാസ് തിങ്കിങ് ഞാൻ എങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനെ ഞാൻ ഫേസ് ചെയ്യും എന്നൊക്കെ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, അതൊക്കെ പോട്ടെ പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബിഗ് ബോസിന് അത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പോൾ ഞാൻ കണ്ടു ഫീഡ്ബാക്സ് ഒക്കെ. അപ്പോൾ സ്റ്റിൽ അത് എനിക്ക് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റി സെക്കൻഡ് ടൈം വന്നപ്പം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ചും കൂടെ കെയർഫുള്ളായിരുന്നു സംസാരിക്കുന്ന സമയത്ത്. ഇപ്പോഴും ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. താങ്ക് യു. സുജിത്ത്, ചേച്ചിയെ പോലെ തന്നെ മഴയത്ത് ചെടി നനയ്ക്കുന്നു. മഴ പെയ്തില്ല, ഭയങ്കര ഡ്രിസിലിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ്. ഐ ഷോ യു ദ സ്കൈ. ഓക്കെ, ഇറ്റ്സ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല ഭംഗിയില്ല കാണാൻ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഷിജു വർഗീസ്, പൂരി കിട്ടിവന്നു. അതൊക്കെ അപ്പറിലേക്ക് കിട്ടി ബോധിച്ചു ചേട്ടാ. പാവൻ ലാലേട്ടൻ ഞങ്ങളെ കാരണം പൂരി തീറ്റ നിർത്തി. വിനു പാലക്കൽ, ബിഗ് ബോസ് വിന്നർ. ഐ വിഷ്. ആക്ച്വലി ബിക്കോസ് സ്ട്രാറ്റജി എന്താ എത്തിയേ? See, to be honest, I had no strategy. So I don't talk about it. When you can be genuine and, you can handle your situation. എന്തിനാണ്, why do you want to be fake and why do you have to have strategies? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സുഖമാണ്. മഴ പെയ്താൽ പണി പാളും. ഇല്ല, മഴയൊക്കെ പോയി. ഇനിയൊന്നും വരത്തില്ല. എവിടെയോ ലൈറ്റ് എന്നെ മൂത്തടിക്കുന്നുണ്ട്. കോഴിക്കോട് എവിടെയാണ്? കുരാച്ചൂൺ ആൻഡ് വെള്ളിമാടുകുന്ന്. റൈറ്റ് നൗ വെള്ളിമാടുകുന്ന്. ഒരു ഓസ്കാർ കൂടി കൊടുത്തേക്ക് സാൻഡ്ര. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ കൊടുക്കേണ്ട ഒരു ഓസ്കാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. നിധു ഹായ്. മുനീർ ഞാൻ പോയിട്ടില്ല. ഇപ്പം എന്ത് പരിപാടി? ഒന്നുമില്ല. ഹായ് ആഞ്ചലിന ജോളി. ഹായ് ഹെറോൾ.
പവനായി ഫ്രണ്ട്സ് അല്ലേ, വിളിക്കാറുണ്ടോ? പവനെ വന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം സംസാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഡെയിലി സംസാരിക്കാൻ മാത്രം ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല. ബട്ട് വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, വി ടോക്ക്. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ വേഗസ് സ്റ്റേസ് ഇൻ വേഗസ്. അപ്പാവാ എവിടെ കാണുന്നില്ല. ശരത് ചേച്ചി, ട്രിവാൻഡ്രം അഭിപ്രായം എന്താണ്? ട്രിവാൻഡ്രം ഈസ് എ വെരി പീസ്ഫുൾ പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല നിങ്ങൾ ഉദ്ദേശിക്കും ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സെക്രട്ടറിയേറ്റ് ഒക്കെ അവിടെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ കണ്ടത് വെച്ചിട്ട് ഒരു സൈലന്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ട്രിവാൻഡ്രം. വെരി നീറ്റ്, ഐ ഹാവ് ടു സേ ദാറ്റ് ഇറ്റ്സ് വെരി നീറ്റ്. ഐ ലവ് ട്രിവാൻഡ്രം. ഓക്കെ, നമ്മുടെ ആനന്ദ് അടുത്ത ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിവൺ ഹു സേസ് ഡിസ്നിലാൻഡ് ഈസ് ദി ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ഹാസ് ക്ലിയർലി നെവർ സ്റ്റുഡ് നെക്സ്റ്റ് ടു യു. നന്നായിട്ട് പറയുന്നുണ്ട്. After Big Boss, you become rich of fans. Please reply. Exactly. എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ഗോയിങ് ടു ബിഗ് ബോസ് വാസ് നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഒരു മെമ്പറിനെ പോലെ നിങ്ങൾ എന്നെ കാണണം. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ലെവലിൽ ഞാൻ എത്തണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ബിഗ് ബോസിൽ പോകുമ്പം ഐ ഹാഡ് നത്തിങ് എൽസ്. എല്ലാവരും പറയുന്നുണ്ട് അവരുടെ കട നിറക്കണം, അവരുടെ വീട് വെക്കണം, അവർക്ക് അത് വേണം, കാശ് വേണം, അതിനാണ് ബിഗ് ബോസിൽ പോയതെന്ന്. ബട്ട് ഫോർ മീ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോ. ഇപ്പോഴും എൻ്റെ പേയ്മെൻറ്റ് ഞാൻ എന്താ പറയുക കാൽക്കുലേറ്റ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോർ മീ എൻ്റെ ഇമ്പോർട്ടൻ്റ് മണി ആയിരുന്നില്ല. എനിക്ക് കുറച്ച് നല്ല മനസ്സുകളിൽ ഇടം നേടണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ ബിലീവ് ഐ അച്ചീവ്ഡ് ഇറ്റ് ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. മുഹമ്മദ് റഫി, ഒന്ന് നോക്കുവോ പ്ലീസ്? കുറെ നേരമായി നോക്കുന്നുണ്ട്, എന്നെ കൊതു കടിക്കുന്നുണ്ട് ഇവിടെ. Miss you, Sandra. Miss you. Thank you, Archana. I do miss Big Boss. Acting when I behave normally, please. I'm so sorry. This is how I am. ഞാൻ എന്താ പറയുക, കുറച്ചൊരു ഡ്രാമ ക്വീൻ ആണ്. സോ വെൻ ഐ ടോക്ക് ഐ ഡു ഓൾ ദിസ് ആൻഡ് ഐ എം സോ സോറി. ഐ ജസ്റ്റ് ബി മൈ സെൽഫ്. ഇറ്റ്സ് നോട്ട് ആക്ടിങ്. ഇഫ് നോട്ട് ഇൻട്രസ്റ്റഡ്, പ്ലീസ് യു ക്യാൻ ലീവ് ദ ലൈവ്. ഹായ് മുനീർ. റിപ്ലൈ കൊടുത്തേക്കേ ജാലുവിന്. ഒന്ന് നിർത്തി പോകുമോ? എന്തിനാണ് മിസ്റ്റർ, ഞാൻ പിടിച്ച് നിർത്തിയിട്ടൊന്നുമില്ല, ഒന്ന് പൊക്കോ. ഐ ആം ബോർഡ്. ഐ എം ഡൂയിങ് മൈ ലൈവ് ഓൺ മൈ ഫേസ്ബുക്ക്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? പ്ലീസ് ഗെറ്റ് ഔട്ട്. പ്ലീസ് മൈ ടർക്കിഷ് ഇസ്താൻബുൾ ചാറ്റ്. ഓക്കെ, കേദർ വാസ് മനസ്സിലായില്ല, ബട്ട് ഐ ലവ് ഇസ്താൻബുൾ. I know that comments for someone who said against you, I am only here to support. I know you're my top fan, but yeah, but I expect. Okay, so no problem. I'm sorry. കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഹായ് ഷമീർ, മാരേജ് കഴിഞ്ഞ ഒന്നല്ല 3-4 കഴിഞ്ഞ്. Please don't post any pics. It burns me alive. പല്ലൊക്കെ ബ്ലാക്ക് ആയി സ്മോക്ക് ചെയ്തിട്ട്. ഓക്കെ മൈ ബ്രദർ, പല്ല് ബ്ലാക്ക് ആവില്ല സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പല്ല് മേ ബിക്കം യെല്ലോ വെൻ യു സ്മോക്ക് ആൻഡ് മൈ teeth are not black, for your kind information, and I live with my parents. Okay, so just രഘു അവിടെ? രഘു വീട്ടിലുണ്ട്. രഘു ഇന്ന് എനിക്കൊരു പണി തരാൻ പോകുന്നുണ്ട്. രഘു മിക്കവാറും അവൻ്റെ ആർട്ടിക്കിളല്ല അവൻ്റെ കമ്പാരിസണിൽ എന്നെയാണ് കമ്പയർ ചെയ്യാൻ പോണത്. കണ്ടറിയാം. ബിഗ് ബോസ് കണ്ട പോലെ അല്ലല്ലോ, ഫേസ് വേറെ പോലെ തോന്നുന്നു. കാരണം ബിഗ് ബോസിനകത്ത് ക്യാമറ ലൈക്ക് സ്റ്റഡി ക്യാംസ് ഇങ്ങനെ വെച്ചേക്കുമല്ലേ. ഇതിപ്പോൾ എൻ്റെ മൊബൈലിൽ ക്യാമറ മൂവിങ് ഇറ്റ്, ഐ ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ മൈ ഡയറക്ഷൻ, സോ ഐ മേ ലുക്ക് ബിറ്റ് ഡിഫറെൻറ്റ്. എൻ്റെ കിഷോർ എന്ത് പൊട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. കാലാപാനിൽ തബുവായി ആക്ട് ചെയ്തത് സാൻഡ്രയാണോ? യു ഓൺലി സെഡ് തബു ആണെന്ന്. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എന്ത് ബുൾഷിറ്റ് ചോദ്യമാണ് ഇതൊക്കെ? അയ്യോ. വിഘ്നേഷ്, മീറ്റപ്പ് വെക്കാൻ പ്ലാൻ ഉണ്ടോ ചേച്ചി? ഓൾ കേരള? പിന്നെ വെക്കാണ്ട്
വെക്കും അതെന്തായാലും വെക്കും. കൊറോണ കഴിഞ്ഞിട്ട് തന്നെ കൊതു കടിക്കുന്നുണ്ട്. ഷാജു, സാൻഡ്ര, യുവർ വേ പ്രസന്റേഷൻ ഇസ് സൂപ്പർ, താങ്ക് യു. എന്നോട് എക്സ്പ്രഷൻ ആണ്. വൺ ആ ടോക്ക്, ടേക്ക് എ സെൽഫി വിത്ത് യു, മീറ്റപ്പ് കൊച്ചിൻ ഓർ ട്രിവാൻഡ്രം. വെക്കാം. മോസ്റ്റ്ലി ട്രിവാൻഡ്രം, കൊച്ചിൻ ആൻഡ് കാലിക്കറ്റ്, ഈ 3 സ്ഥലത്തായിരിക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നത് മോസ്റ്റ്ലി. ലെറ്റ്സ് സീ. രാഹുൽ ഉണ്ണി നേരത്തെ കുറച്ച് കഞ്ചാവും കൊണ്ട് വന്നായിരുന്നു. ഇപ്പോൾ രാഹുൽ ഉണ്ണി ഹാസ് കം വിത്ത് സിഗരറ്റ് വലിക്കുന്ന ഏരിയ ആണോ? ബ്രോ, യു മൈറ്റ് ഹാവ് ഡൺ ദിസ് അറ്റ് യുവർ പ്ലേസ്, ബട്ട് എല്ലാവരും നിന്നെ പോലെയൊന്നും വിചാരിക്കരുത്. ഓക്കെ, സോ മൈൻഡ് യുവർ ലാംഗ്വേജ്. ആൽവിൻ തോമസ്, ബിഗ് ബോസിലുള്ളൊരു കോൺടാക്ട് ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവുന്ന സമയത്ത് ഐ മേ നോട്ട് റീഡ് ഇറ്റ്. കാരണം എൻ്റെ ഫോൺ ഇപ്പം ഇരിക്കട്ടെ, ഇപ്പം ഓഫ് ആവും. നിനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. താങ്ക് യു ബാലു, താങ്ക് യു സോ മച്ച്. അതെ, എൻ്റെ ഒരു പോലും ലൈറ്റ് ഡിം ആവുന്നുണ്ട്, എന്നെ കൊതുക് കടിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ ഇനിയൊരു ചാൻസ് കിട്ടിയാൽ പോവോ? ഞാൻ പോവും, ഇനിയും പോവും. നാസർ പെരിങ്ങോട്, നമ്മളേക്കോ ഒന്ന് മൈൻഡ് ചെയ്യൂ? മൈൻഡ് ചെയ്തിരിക്കുന്നു നാസർ. ടിക്ടോക്കിൽ വീഡിയോ ചെയ്യാറുണ്ടല്ലോ, ചെറുതായിട്ട്, ബോറടിക്കും മാത്രം. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാൾ ഇഷ്ടം സാൻഡ്രയുടെ സംസാരം കേട്ടിരിക്കാനാ. താങ്ക് യു ചന്ദ്രദാസ്. ഞമ്മള് കോഴിക്കോട് ഹായ് പറമുത്തേ, പിന്നല്ല ഹായ് ബക്കീഷ്. ബിഗ് ബോസ് ഹീറോ സാൻഡ്ര, റേറ്റ്സർ ആൻഡ് സുജോ, താങ്ക് യു. എൻ്റെ ദൈവമേ, ആഷിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വേഗം പോട്ടെ, ഇപ്പം ആഷിക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും. ടിബിൻ SFC, എനിക്ക് അറിയാം ടിബിൻ്റെ ടോപ്പ് ഫാനിലുള്ള കമൻസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. സോ യെസ്, താങ്ക് യു ടിബിൻ. ചക്ര, നിങ്ങൾ സൂപ്പറാണ്. താങ്ക് യു രാഹുൽ. എന്നെ അറിയുമോ ചരൺ? ഉന്നെ അറിയില്ല. രാഹുലിനേക്ക് ചിരി വരുന്നുണ്ട് ഇപ്പോൾ. ചേച്ചി ആദ്യ ചേച്ചി എന്ന് പറഞ്ഞാൽ ആദ്യ ചേച്ചി അടിപൊളിയായിട്ടിരിക്കുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ ഷാർജയിൽ. ആർദ്ര ചേച്ചിയല്ല, എൻ്റെ അനിയത്തിയാണ് ആർദ്ര. നമ്മൾ കണ്ണൂർക്കാർക്ക് ഒരു ഹായ് പറ കുട്ടി. ഹായ്. ബേങ്കി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചോ മൂളൂസേ? ചായ കുടിച്ചില്ല. ഹിമവൽ സ്വാമി, ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരായിരുന്നു? നല്ല ചോദ്യം. പക്ഷേ ആസ് എ പേഴ്സൺ ഐ മേ സേ രഘു. അതെ, എൻ്റേത് 10% ചാർജായി. നമുക്കിന്നത് ലൈവ് നിർത്തിയാലോ? ഒരു മിനിറ്റ്, സമയത്രേ? നമ്മളും ഓൾമോസ്റ്റ് 1 hour ആയി കേട്ടോ. ഇപ്പോൾ ഉള്ളത് വീട്ടില്. ചേച്ചി ഹായ് തരുമോ? ബോണി ഹായ്. അർഷിത CP, ഗേൾസ് ആർമിയിൽ എന്നെ ആഡ് ചെയ്യുമോ? ഗേൾസ് ആർമിയിൽ ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരോട്. കാരണം എന്താ അറിയോ, കുറച്ച് പേരുള്ളൂ, അവർ ലൈക്ക് ഫാമിലിയാണ് അവർ. അപ്പോൾ ന്യൂ മെമ്പറിനെ അവർ എങ്ങനെ അത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഡ്രോപ്പ് മീ എ മെസ്സേജ് ഇൻ ഫേസ്ബുക്ക്, ഞാൻ ചോദിച്ചു നോക്കാം അവരോട്. നാസർ, ഞാൻ മൈൻഡ് ചെയ്തു, ഞാൻ കമൻറ്റ് വായിച്ചു, പിന്നെയും മൈൻഡ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് സങ്കടം വരും കേട്ടോ. Sandra, please sing a song for your fans. We are waiting. Love song മതി. Okay. ഞാൻ ആലോചിക്കട്ടെ ഏത് പാട്ടാ പാടേണ്ടതെന്ന്. ഓക്കെ, അവസാനം കുറേ കമൻസ്. ഓ മൈ ഗോഡ്, ലാസ്റ്റത്തെ കുറേ കമൻസ് ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ, ഈ ക്യൂട്ട്നെസ്സിന് സീക്രട്ട് എന്താ? നത്തിങ്. എന്താ മെസ്സേജ് ആളുടെയാണോ പ്രവീൺ? അല്ല, എൻ്റെ കമന്റ് ഒന്ന് വായിക്കുവോ? ഷുബിന കണ്ടു, സോറി. എന്നാ മലപ്പുറത്ത് നിന്നൊരു ഹായ്. ബാപ്പു ഹായ്. നമ്മൾ കോഴിക്കോടല്ല, ഒന്ന് മൈൻഡ് ആക്കൂ. സുബിന ഹായ്. കുട്ടിക്ക് മലയാളം അറിയുമോ? കുട്ടിക്ക് മലയാളം അറിയാം. ഹായ്, എല്ലാവർക്കും ഹായ്. എൻ്റെ അടുത്ത അഡ്മിൻ ചേട്ടൻ ആൻഡ്രൂ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ്. എനിക്ക് സെപ്പറേറ്റ്ലി എല്ലാവരും പേര് വിളിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഹായ്. എൻ്റെ 10 മിനിറ്റിൽ ഇപ്പോൾ കട്ടാവും. ഒരു മിനിറ്റ്, ചിലപ്പം ഒരു മിനിറ്റ് ഒന്ന് ചാർജ് ചെയ്തേക്കട്ടെ. ഓക്കെ ഫൈൻ.
ബിഗ് ബോസിൽ പോയിട്ട് തടി കുറഞ്ഞു. യെസ്, ഞാൻ പോയപ്പം 51 kg ആയിരുന്നു, പിന്നെ നോക്കിയപ്പോൾ 49, 2 കിലോ കുറഞ്ഞു. രഘു ആശയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കില്ലെങ്കിൽ കാണാൻ പറ്റില്ല. How can we see Raghu's article? What is the article, please? രഘുവിൻ്റെ ആർട്ടിക്കിൾ അല്ല, രഘുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്കിലും RJ രഘു എന്നാണ് അവൻ്റെ പേജിൻ്റെ പേര്. ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തും RJ രഘു എന്നാണ് പേര്. അതിനകത്ത് അവൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്തിട്ടുള്ള അതായത് ഇപ്പോൾ എന്നെയാണെങ്കിൽ വേറൊരു വ്യക്തിനെ വെച്ചിട്ട് മേ ബി ഒരു ക്യാരക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ആക്ടർ ആയിരിക്കാം വെച്ച് കമ്പയർ ചെയ്തിട്ട് ഈസ് റൈറ്റിംഗ് എന്താ പറയുക ലേഖനം പോലെ എഴുതുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് രഘുവിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണും. ഹലോ കിളി, ഐ ലവ് യു. താങ്ക് യു. ഓക്കെ, അലക്സാണ്ടർ ആർമിയുടെ അഡ്മിൻ ജാബിറിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ? ഹായ് ജാബിർ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഡിയർ ആൻഡ് ബി സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ മൈ അഡ്മിൻ. സുബി ജാടയില്ലെങ്കിൽ ഒരു ഹായ് പറയാൻ. ഹായ്, എന്നെ കൊതു കളിക്കുന്നുണ്ട് ഇടയ്ക്ക്, ഞാൻ എന്ത് പറയും ചൊറിയുമ്പോൾ. ഓക്കെ, ഞങ്ങൾ സാറിനെ കണ്ടു. സാറിനെ എങ്ങനെ കാണാനാണ്? ഞാൻ കാലിക്കറ്റാണ്. എനിക്കറിയില്ല എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. 2 line ഹിന്ദി സോങ് പ്ലീസ്. ഓക്കെ, ഹിന്ദി സോങ് പാടിത്തരാം. मोहब्बत बरसा देना तू सावन आया है, तेरे और मेरे मिलने का मौसम आया है. രണ്ടിലേ മതി. ഐ എം എ വെരി ബാഡ് സിംഗർ. ഓക്കെ, നാണം കെടുത്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ. ഓക്കെ, നെറ്റ്ഫ്ലിക്സിൽ ആഷിക്. ഓക്കെ, നെറ്റ്ഫ്ലിക്സിലെ ഫേവറേറ്റ് സീരീസ് ആൻഡ് റീസൺ. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് ആണ് മണി ഹെയ്സ്റ്റ്. ഞാൻ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ആരാധകയായിരുന്നില്ല, റീസെൻ്റ്ലി ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതും മണി ഹെയ്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഐ ആം അഡിക്റ്റഡ്. ഇപ്പോൾ ഞാൻ പാർട്ട് 4 കാണാൻ ഇരിക്കുവാണ്. ഞാൻ വിചാരിച്ചു ഐ ടേക്ക് സം ടൈം, കാരണം പാർട്ട് 5 എപ്പോഴാണ് റിലീസ് ചെയ്യാന്ന് അറിയത്തില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് നൈറോബി, ഐ ലവ് ബെർലിൻ, ഐ ലവ് ഹൂ എൽസ്, ടോക്കിയോ സം ടൈം എനിക്കിഷ്ടമാണ്. ഐ ലവ് റാക്വെൽ, ഐ ലവ് പ്രൊഫസർ, ഇൻഫാക്ട് ഐ ലവ് ഓൾ ഓഫ് ദം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബെർലിനെയാണ്. ദെൻ ഐ ലൈക്ക് നൈറോബി, ദെൻ ഹെൽസിങ്കി ഇഷ്ടമാണ്. ടോക്കിയോനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ടോക്കിയോന് ഇടയ്ക്ക് എനിക്ക് ചൊറിയും, അതുകൊണ്ട് എനിക്ക് അവരൊക്കെ ഇഷ്ടം, അതുകൊണ്ടാണ്. അർജുൻ മൈൻഡ് ചെയ്തിരിക്കുന്നു. അർജുൻ ARS ബാങ്കു കൊടുത്തു. യെസ്, ബാങ്കു കൊടുത്തു, ഞാനും കേട്ടു. നാളെ കാണുമ്പോൾ ഞാൻ ചിരിക്കില്ല. ആഷിഖ് ചിരിക്കണ്ട. ഷാഹിദ് അബ്ദുൾ മെസ്സേജ് കണ്ടു. ഇനി ബിഗ് ബോസ് കാണുമോ? ഇനി ബിഗ് ബോസ് ഞാൻ ഓൾറെഡി കണ്ടു തീർത്തു. ഇനിയും എന്താ പറയുക, എന്നോട് രഘു പറഞ്ഞു കാള് നിർത്താൻ. കാരണം എല്ലാ ദിവസം കണ്ടു ഞാൻ എല്ലാ ദിവസവും രഘുവിനെ വിളിച്ചിട്ട് കുറച്ച് കരച്ചിൽ സീൻസും കുറച്ച് മിസ്സിങ് സീൻസും കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ സീൻസൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നോട് രഘു പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു. സോ ഐ സ്റ്റോപ്ഡ് ഇറ്റ്. ഇപ്പം ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ്, ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി ഞാൻ പ്രൈമിൽ പോയിട്ട് 4 more ഷോർട്സ് പ്ലീസ് കാണും. ഇപ്പോൾ രണ്ടും കണ്ട് കണ്ണടിച്ച് പോയിരിക്കുകയാണ്. സോ ഇപ്പോൾ റെസ്റ്റാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് പേർലി മാണി? പേർലി ഈസ് മൈ വെരി ഗുഡ് ഫ്രണ്ട്. ഞാൻ പേർലി ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ്, അതായത് പേർലി ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ എനിക്ക് പേർലിനെ അറിയാം. സോ ടു മീ ഷീ ഈസ് വെരി നൈസ് ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അല്ലാതെ എനിക്കറിയില്ല വാട്ട് ആർ യു ആസ്കിങ് എന്നുള്ളത്. ടു മീ ആൻഡ് ആസ് എ പേഴ്സൺ ഷീ ഈസ് വെരി നൈസ്. എന്താ പറയുക, വി സ്റ്റിൽ ഇൻ കോണ്ടാക്ട്, വി സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. വാട്ട് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്? കാരണം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എന്തോ എന്താ പറയാൻ മറ്റേ സാധനം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യൂലേ, അതന്നെ. ഷഫീറുള്ള പാട്ട് വേണ്ടാന്ന് ബിഗ് ബോസ് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് കാണാറുണ്ടോ? ഞാൻ കണ്ടു കഴിഞ്ഞു. വലിയ ഡീപ്പായിട്ടൊന്നും കണ്ടിട്ടില്ല, എന്തൊക്കെയോ അവിടേക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. പൊളി സോങ് എനിക്കറിയാം, വെറുതെ പറഞ്ഞതാന്ന്. മൂക്കുത്തി, താങ്ക് യു.